പ്രാർത്ഥന ദൈവാലയത്തിൽ ആരംഭിക്കുകയാണ്. ദൈവാലയത്തിൻ്റെ പരിസരത്ത് നിൽക്കുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുവാൻ തക്കവണ്ണം പള്ളിക്കകത്തേക്ക് പ്രവേശിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ഇപ്പോൾ സന്ധ്യാ നമസ്കാരം ആരംഭിക്കുകയാണ്. പിതാവിനും പുത്രനും മിസ്റുഹായിക്കും സ്തുതി. ആദ്യം മുതൽ തന്റെ കരുണയും മനോണനേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നവനെ പരിപാലിക്കുവാൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷകളും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായി തന്റെ അടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹ രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടസ്രവത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള കന്യമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനുടെ അപേക്ഷ കൊള്ളണമേ. ആമേൻ. ഖേദിക്കേണ്ട മശിഹായിൽ മൃതരായോരേ, പ്രതിഫലദിനവും പുനരുത്ഥാനവുമാഗതമായി രാജ്യസുതൻ തന്നെതിരേൽപ്പിനു ചേരാൻ നിങ്ങൾ നാശം കൂടാതെഴുന്നേൽക്കും ഖബറുകളിൽ നിന്നും മഹിതമതാം നിലയങ്കി ചാർത്തി സ്തുതി പാടും തൻ സവിധേ നിങ്ങൾ ആദാമിൻ സുതജീവദനെ ദയചെയ്തിടേണം. ബാറക്കുമോ ബോല ബോല ബ്രോവൽ റൂഹോ ഖദീശോ ഹല്ലേലൂയ. ധൂപാർപ്പണമതു മൂന്നാം നാളിൽ മൃതരായുർഗ ചെയ്യും പതിവാദി തന്നെ സിദ്ധ കാണിച്ച മോറാനീശോ പ്രതിപൂണ്ടപ്പോൾ മർത്യ റൂഹാമൂലം കബറുള്ളിൽ സംസ്കാരം ചെയ്തു. മണ്ണാല ദാമിനെ സൃഷ്ടിച്ചു ധനുധൂപം വച്ച അടിയാധൂപൻ നിന്ദാസർക്കാശ്വാസം നൽകാൻ. കരുണ നിറഞ്ഞവനേ, പുനരുത്ഥാനത്തിൽ നിന്നോട് സൃഷ്ടിയെ നീ പുതുതാക്കിയിടണമേ. ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിടും മൃതരിൽ കനിയണമേ. അവരപരാഗത്തിൻ്റെയും ഇസ്ഹാഖുടെയും യാക്കോബിൻ്റെയും മടിയിൽ പാർക്കണമേ. വന്നവനും
വരുവോനും മൃതർത്തന്നുയരും സുതനിന്നു ശരീരാത്മാക്കൾ പാടണമേ. ബർക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവരെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കരുണയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ നിരടിയാരോട് കൃപ ചെയ്യുന്ന രാജാവേ, നിനക്ക് സ്തുതി. പാറക്കുമോ ബർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണുസ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് നേരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ, യേശുമിശിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമറിയമേ, തമ്പുരാന്റമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തമ്പുരാനുള്ള അപേക്ഷയുള്ളണമേ. ആമീൻ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടാവേ, നിനക്ക് സ്തുതി. പാപികളായ തിന്നടിയാരോട് കൃപ ചെയ്യുന്ന മിശിഹാ രാജാവേ, നിനക്ക് സ്തുതി. പാറക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ണുസ്രോതത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടൻ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. ബലഹീനരും പാപികളുമായി ഞങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും എന്നും നീക്കി ചൊരിയപ്പെടുമാറാകണമേ. ആമീൻ. മാതാവിന്റെ നിര്യാണത്തിലേക്ക് സ്വർഗീയ സേനകളെ അയക്കുകയും സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ട ഭഗവതിയുടെ ശരീരം കുഷിച്ചാനന്ദിക്കുവാൻ തന്റെ ശിഷ്യന്മാരെ കൂട്ടുകയും മാതാവിന്റെ യാത്രയാൽ വായുമണ്ഡലത്തെ ശുദ്ധീകരിക്കുകയും ചെയ്ത ഏകജാതനും വചനവുമാകുന്ന ദൈവമേ, അങ്ങയുടെ വാഴ്ത്തപ്പെട്ട മാതാവിന്റെ പാർശ്വങ്ങളിൽ സംഗീതപ്പെടുവാനും അവളുടെ പ്രാർത്ഥനയാൽ ഞങ്ങളുടെ ദേശം അനുഗ്രഹീതമാകുവാനും ഞങ്ങൾക്ക് യോഗ്യതയുണ്ടാക്കണമേ. അവളുടെ ഓർമ്മദിവസത്തെ കൊണ്ടാടുന്ന ഞങ്ങളുടെ കൂട്ടം മാതാവിന്റെ യാതനയാൽ കാത്തുകൊള്ളപ്പെടണമേ. ഓശോ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം എന്നോട് കരുണ ചെയ്യണമേ. കരുണയുടെ ബോധത്വം പോലെ എന്റെ പാപങ്ങൾ മായിച്ചു കളയണമേ. എന്റെ അന്യായത്തിന് നായിക്കഴിഞ്ഞ എന്റെ പാപങ്ങൾ വെടിപ്പാക്കണമേ. എന്തെന്നാൽ എന്റെ അതിക്രമങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപങ്ങൾ എപ്പോഴും എന്റെ നേരെ ഇരിക്കുന്നു. നിനക്ക് വിരോധമായത് ഞാൻ പാപം ചെയ്തു, നിന്റെ തിരുമുമ്പിൽ തിന്മകൾ ഞാൻ ചെയ്തു. എന്നാൽ നിന്റെ വചനത്തിൽ നീ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നീ ജയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ. എന്തെന്നാൽ ന്യായത്തിൽ ഞാൻ ഉപയോഗിച്ചു,
പാപങ്ങളിൽ എൻ്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. എന്നാൽ നീതിയിൽ നീ ഇഷ്ടപ്പെട്ടു, നിന്റെ ആനന്ദന്റെ രഹസ്യങ്ങൾ എന്നെ നീ അറിയിച്ചു. നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ മേൽ തെളിക്കണമേ, ഞാൻ വെടിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ നീ വെണ്മയാക്കണമേ, ഉറച്ച മഞ്ഞിനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷവും കൊണ്ട് എന്നെ തൃപ്തിയാകണമേ, ക്ഷീണതയുള്ള നിന്റെ അസ്ഥികൾ സന്തോഷിക്കും. എൻ്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുവോം ധരിച്ച് എൻ്റെ അതിക്രമങ്ങളൊക്കെ മായിച്ചു കളയണമേ. ദൈവമേ, വെടിപ്പുള്ള ഹൃദയം എന്നെ സൃഷ്ടിക്കണമേ, സ്ഥിരതയുള്ള നിന്റെ ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുതാക്കണമേ. നിന്റെ തിരുമുമ്പിൽ നിന്നെ തള്ളിക്കളയരുതേ, നിന്റെ പരിശുദ്ധാത്മാവിനെ നിന്ന് എടുക്കുകയും വരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷ എനിക്ക് തിരിച്ചു തരണമേ, മഹത്വമുള്ള നിന്റെ ആത്മാവിനെ താങ്ങുമാറാകണമേ. അപ്പോൾ ഞാൻ അതികുറക്കാരെ നിന്റെ ഒഴിപ്പിക്കും, പാപികൾ നിങ്ങളിലേക്ക് തിരികെയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ, രക്തപാതകത്തിൽ നിന്ന് രക്ഷിക്കണമേ. എൻ്റെ നാവ് നിന്റെ നീതിയെ സ്തുതിക്കും. കർത്താവേ, എൻ്റെ അധരങ്ങൾ എനിക്ക് തുറക്കണമേ, എൻ്റെ വായ് നിന്റെ സ്തുതികളെ പാടും. എന്തെന്നാൽ ബലികൾ നീ ഇഷ്ടപ്പെട്ടില്ല, ഹോമബലികൾ നീ നിരപ്പായതുമില്ല. ദൈവത്തിന്റെ ബലികൾ താഴ്മയുള്ള ആത്മാവാകുന്നു, ദൈവം നുറുങ്ങിയ ഹൃദയത്തെ നിരസിക്കുന്നില്ല. നിന്റെ ഇഷ്ടത്താൽ സിഗ്യോനോട് നന്മ ചെയ്യണമേ, ഊർസ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതിയോടുകൂടി ബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ നിന്റെ ബലിപീഠത്തിന്മേൽ കാളകൾ ബലിയായി കരയേറും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറക്കുമോ. കുറേ ദിവസം കർത്താവ് ഇതിനെ വിളിച്ചല്ലോ, എന്നോട് തമിഴ് ചെയ്യണമേ, എൻ്റെ വചനങ്ങളെ സൂക്ഷിച്ചിട്ട് കൈക്കൊള്ളുകയും ചെയ്യണമേ. എൻ്റെ പ്രാർത്ഥന ഭാവവും പോലെയും എൻ്റെ കഴിയുന്ന കാഴ്ച സന്ധ്യയുടെ വഴിപാട് പോലെയും ഇരിക്കുമാറാകണമേ. എൻ്റെ ഹൃദയം ഒരു ദുഷ്കാര്യത്തിൽ ചെയ്യാതെയും ഞാൻ അന്യ പ്രവർത്തിക്കാതെ ഇരിക്കത്തക്കവണ്ണം എൻ്റെ വായ്ക്ക് കാവൽക്കാരനെയും എൻ്റെ അവതരങ്ങൾ സൂക്ഷിക്കുവാരനെയും നിയമിക്കണമേ. ദുഷ്ടമനുഷ്യരോട് ഞാൻ ചേരുമാറാതെ നീതിമാനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എൻ്റെ അന്യാൽക്ക് ഉൾപ്പാകാതിരിക്കട്ടെ. എൻ്റെ നല്ല പ്രാർത്ഥനയോട് ദോഷമെന്ന് പോകുന്നു. അവരുടെ വിദ്യാർത്ഥികൾ പാറമനെ തടയപ്പെട്ടു. ഇമ്മമുള്ള എൻ്റെ വചനങ്ങളെ അവർ കേട്ടു. കൊഴുഭൂമിയിൽ പിളക്കുന്നത് പോലെ ശോകയുടെ വായിക്കവരുടെ അസ്ഥികൾ ചിതറപ്പെട്ടു. കർത്താവ്, ഞാൻ എൻ്റെ കണ്ണുകളെ നിന്റെ അടുക്കിലേക്ക് ഉയർത്തി നിന്നിൽ ശരണപ്പെട്ടു. എൻ്റെ ആത്മാവിനെ തള്ളിക്കളയരുതേ. എനിക്ക് അയ്യണിൽ മറിച്ച വിശ്വസക്കാരുടെ കയ്യിൽ നിന്ന് കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുന്നവരെ എന്നേക്കാൾ തങ്ങളുടെ വഴിയിൽ ഒരുമിച്ച് വീഴട്ടെ. എൻ്റെ ആത്മാവ് കുണ്ടിതപ്പെട്ടപ്പോൾ ഞാൻ ശബ്ദത്താൽ കർത്താവിനെ വിളിച്ചു. എൻ്റെ ശബ്ദത്താൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അവൻ്റെ മുമ്പാകെ ഞാൻ സങ്കടം ബോധിപ്പിച്ചു. അവൻ്റെ മുമ്പാകെ നിനക്ക് ഞാൻ അറിയിക്കുകയും ചെയ്തു. നീ എൻ്റെ ഓടുവഴികളെ അറിയുന്നുവല്ലോ. എന്നോട് പ്രവൃത്തിയിൽ അവർ എനിക്ക് അയ്യണിൽ മറിച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നില്ല ഞാൻ കണ്ടു. സംഗീത സന്മയ്ക്കില്ലാതെയായി. എൻ്റെ ദൈക്ക് വേണ്ടി പലരും ചോദിക്കുവാനുമില്ല. കർത്താവ്, ഞാൻ നിന്റെ അടുക്കൽ നിലവിളിച്ചു. കർത്താവ്, ജീവിച്ചിരുന്ന ദേശത്ത് എൻ്റെ ആശ്രയം എൻ്റെ ഓഹരി നീയാണെന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഏറ്റവും താഴ്ത്തപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ അപേക്ഷ സൂക്ഷിച്ച് കേൾക്കണമേ. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നേക്കാൾ ബലവാന്മാരായതുകൊണ്ട് അവരിൽ നിന്ന് എന്നെ വിടിവിപ്പിക്കണമേ. ഞാൻ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിന് പുറപ്പെടുവിക്കണമേ. എന്നോട് ഒത്തിരി നീതിവാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ ചുറ്റുകൾക്കും എൻ്റെ ഉടവയ്ക്ക് പ്രകാശമാകുന്നു. നിന്റെ നീതിയുള്ള ആചരിപ്പായിട്ട് ഞാൻ ശേഷിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചു. കർത്താവ്, നിന്റെ വചനപ്രകാരം ജീവിപ്പിക്കണമേ. കർത്താവിൻ്റെ വാലോചന നീ ഇഷ്ടപ്പെടണമേ. നിന്റെ ന്യായങ്ങൾ നിന്നെ പഠിപ്പിക്കണമേ. എൻ്റെ ദേഹിയിലെ ഇപ്പോൾ നിന്റെ കയ്യിലിരിക്കുന്നു. നിന്റെ വേദപ്രമാണത്തെ ഞാൻ മറന്നില്ല. പാപികൾ എനിക്ക് വേണ്ടി കണികളെ മറച്ചു വെച്ചു. എന്നാൽ ഞാൻ നിന്റെ കൽപ്പനയിൽ നിന്ന് മാറിപ്പോയില്ല. ഞാൻ നിന്റെ സാക്ഷി അവകാശമായി സ്വീകരിച്ചു. എന്നാൽ അതിൻ്റെ ഹൃദയത്തിന് ആനന്ദമാവുന്നു. നിന്റെ കൽപ്പനകൾ എന്നെ സത്യത്തോടെ നിർത്തിപ്പോവാനായിട്ട് ഞാൻ എൻ്റെ ഹൃദയം തിരിച്ചു. സൽജാതികളുമേ അനുസരിപ്പീൻ, സലജനങ്ങളുമേ അനുസരിപ്പീൻ. എന്നാൽ കൃപ നമ്മിൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ട് നീ കർത്താവാകുന്നു. ദൈവമേ, സ്തുതിയോഗ്യമാവുന്നു. ബാറക്കുമോ. യാചിക്കണമേ ഞങ്ങൾക്കായി ഞങ്ങളോടൊപ്പം ഭൂപതി സമീതേ ഭൂതലമാകെ സമാധാനം ശാന്തിയുമേക തന്തയവാൾ ധരയുന്നും അഖിലേശൻ നീക്കട്ടെ കോപത്തിൻ വടികൾ. ബർക്കുമോർ നാം എല്ലാവരും പ്രാർത്ഥിച്ച് നമ്മുടെ കർത്താവിൽ നിന്ന് കരുണയും മനോഗുണവും യാചിക്കണം. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും
ഇടവിടാതെ അങ്ങേക്ക് കരയേറ്റുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. തന്റെ ഇഷ്ടത്താൽ പരിശുദ്ധ കന്യകയുടെ ഗർഭത്തിൽ നിറങ്ങി വിവാഹബന്ധമുണ്ടാകാത്ത ഞങ്ങളുടെ നിർമ്മല കന്യാത്വത്തിന് ഭംഗം വരാതെ അവരിൽ ജനിക്കുകയും അവളെ സത്യവിശ്വാസികൾക്ക് കീഴ്പ്പെടാത്ത കോട്ടയും അഭിമാനപാത്രവുമാക്കുകയും അവളുടെ നിര്യാണ ദിവസത്തെ സ്തോത്രഗാനങ്ങളാൽ ആഘോഷിക്കുന്ന ഞങ്ങൾക്ക് കടങ്ങളുടെ പരിഹാരവും സഹായങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കന്മാർക്കും സഹോദരീ സഹോദരന്മാർക്കും ഗുരുക്കന്മാർക്കും വിശ്വാസികളായില്ല വാങ്ങിപ്പോയവർക്കും ആശ്വാസവും നല്ല ഓർമ്മയും കിട്ടുവാൻ വേണ്ടി തന്റെ രക്ഷാകരമായ വ്യാപാരം നിറവേറ്റിയ ശേഷം മാതാവിന്റെ ആത്മാവിനെ തന്റെ ശ്രേഷ്ഠതയുടെ അപരിമിതവും ആന്തരികവും ദിവ്യവുമായ ആനന്ദത്തിലേക്ക് ഉയർത്തി കരയേറ്റുകയും ചെയ്ത തൃത്വത്തിൽ ഒരുവനും തന്റെ പിതാവിനോട് റൂഹായോടും ഏകസാരാംശത്തോടും കൂടിയിരിക്കുന്നവനുമായ കർത്താവിന് സ്തുതി. തനിക്ക് സന്ധ്യാ പ്രാർത്ഥനയുടെ നേരത്തും എല്ലാ പെരുന്നാളുകളിലും കാലങ്ങളിലും ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലഹുന്യവുമോ ഭാഗ്യമൂർണയും പരിശുദ്ധതയുടെ അറയുമായിരിക്കുന്ന നിർമ്മല കന്യകയായ മാതാവേ, നിന്റെ സുഹൃത്തുക്കളെ വർണ്ണിക്കുവാൻ ഏതൊരു വായിക്കും ഏതൊരു നാവിനോ കഴിയും. നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവത്തിനു നീ മാതാവായി തീർന്നു. സ്തുത്യമായി നിന്റെ മഹനീയതയെ പ്രസ്താവിക്കുവാൻ ഞങ്ങളുടെ ബോധം മയങ്ങുന്നു. വിവേകത ദ്രവിക്കുന്നു. നീ രണ്ടാമതൊരു സ്വർഗവും ഹെസക്കിയേൽ കണ്ടതായ ജഡീകമായ രഥവുമാകുന്നു. കെറൂബുകളുടെ നിയന്ത്രാതാവിനെ ജഡപ്രകാരം നിന്റെ മടിയിൽ ആഘോഷിച്ച് വളർത്തി സ്ഫടിക സിംഹാസനം എന്ന വണ്ണം നീ തന്നെ വഹിക്കുവാൻ ഇഷ്ടപ്പെട്ടതുകൊണ്ട് നിന്റെ ഉത്കൃഷ്ട ഭംഗിയിൽ മാലാഖമാരും പ്രധാന മാലാഖമാരും വിസ്മയിക്കുന്നു. പുത്രനോടൊരുമിച്ച് സ്വർഗത്തിൽ വിശ്രമിക്കുവാൻ വേണ്ടി താതൻ നിന്റെ നിയോഗത്താലും കൃപയാലും തന്റെ സന്നദ്ധിയിൽ നീ നീക്കപ്പെട്ടു. ഇന്ന് സ്വർഗീയ സേനകളുടെ കൂട്ടങ്ങളെല്ലാ വലിയ സന്തോഷത്തോടെ ഉച്ചത്തിൽ പാടി പറയുന്നത്, രണ്ടാം സ്വർഗമേ സമാധാനത്തോടെ വരിക. അത്യുന്നതമായ ദൈവിക സിംഹാസനമേ സമാധാനത്തോടെ വരിക. ദൈവത്തെ വഹിച്ച ഉദരമേ സമാധാനത്തോടെ വരിക. ആന്തരികം ഉൾപ്പെടർപ്പേ സമാധാനത്തോടെ വരിക. എലീശായുടെ പുത്രയാകുന്ന പുതിയ കുടമേ സമാധാനത്തോടെ വരിക. അതിശോഭിത ദീപസ്തംഭമേ സമാധാനത്തോടെ വരിക. ആദാമിന്റെ സൃഷ്ടാവിനെ വഹിച്ച ഹവ്വായുടെ മകളെ സമാധാനത്തോടെ വരിക. ഇന്ന് ജഡപ്രകാരം നിന്നിൽ നിന്ന് ജനിച്ച ദൈവം തന്റെ സന്നദ്ധിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നതിന് ഇഷ്ടമുണ്ടായി. ഇന്ന് ഖറൂബുകളുടെയും സ്രോപ്പേന്മാരുടെയും സമൂഹം വിശുദ്ധമായി ശരീരത്തെ സംസ്കരിക്കുന്നു. ഇന്ന് ഭൂമി നിന്റെ നിര്യാണത്താലും വായുമണ്ഡലം നിന്റെ ആരോഹണത്താലും ശുദ്ധീകരിക്കപ്പെട്ടു. ഇന്ന് ശവകുടീരത്തിലെ മൃതന്മാർ ഏറ്റവും സന്തോഷകരമായി സുവിശേഷമുണ്ടായതുകൊണ്ട് സന്തോഷിക്കുന്നു. ഇന്ന് ദാവീദ് പ്രവാചകൻ ഭൂമിക്കുള്ളിൽ ശേഷം മരിച്ചവരെ പോലെ സംസ്കരിക്കപ്പെടുന്നു. യാക്കോബിൻ ദൈവത്തിന്റെ കൂടാരമാകുന്നു നിന്നെ കണ്ടറിഞ്ഞു ആനന്ദിച്ചു. ഇന്ന് ദിവ്യ നിയോഗം റോമായിൽ നിന്നും ശീമോനെയും സമുദ്രത്തിന്റെ അറ്റത്ത് നിന്ന് അന്ത്രയോസിനെയും വിളിച്ചു വരുത്തി. ഇന്ന് അതായി മെസൊപ്പൊട്ടേമിയയിൽ നിന്നും
തോമായിന്ത്യയിൽ നിന്നും സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി വന്നു. ഇന്ന് മത്തായി യബൂസ്യരുടെ ദേശത്ത് നിന്നും അൽപ്പായിയുടെ പുത്രനും ജ്ഞാനായകാരനും ശിമോനും അവരുടെ സ്ഥലങ്ങളിൽ നിന്നും ആഗതമായി. ഇന്ന് സബദി മകനും യാക്കോബിന്റെ മകൻ യൂദായും മറ്റു സുവിശേഷകന്മാരും ഇടവിടാതെയുള്ളതായ കീർത്തനങ്ങളാലും സ്തോത്രങ്ങളാലും നിന്റെ പരിശുദ്ധ ശരീരത്തെ സംസ്കരിച്ചു. ഇന്ന് മർക്കോസ് മിസ്രൈമിൽ നിന്നു വായുവിൽ പറന്നു വന്നു. ഇന്ന് ലൂക്കോസ് അലക്സാന്ദ്രിയയിൽ നിന്നും നിന്റെ സംസ്കാരത്തിനായി എത്തി. ഇന്ന് നിന്റെ ഏകജാതന്റെ നിയോഗം നിദ്ര പ്രാപിച്ചവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ സ്നേഹന്മാരെയും തന്റെ കൊട്ടാരമായിരുന്ന നിന്റെ ദേഹത്തെ ആഘോഷത്തോടും ആദരവോടും സംസ്കരിക്കുന്നതിന് നിന്റെ പ്രിയപുത്രൻ കൂട്ടിച്ചേർത്തു. മാതാവേ, പാപികളും ബലഹീനരുമായ ഞങ്ങളും നിന്റെ നിര്യാണത്തിന്റെ പെരുന്നാളിനെ ഭക്തിയോടെ കൊണ്ടാടുന്നു. പരിശുദ്ധ മാതാവേ, നിന്നിൽ നിന്നും അവതാരം ചെയ്ത ദൈവത്തിന്റെ പുത്രൻ ഞങ്ങളോട് കരുണ ചെയ്യുവാനും തന്റെ മഹാകരുണയാൽ ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കുവാനും ഇന്ന് നിന്റെ ശരീരം ആദരവോടെ സംസ്കരിച്ചതായി ശ്രോഭേന്മാരുടെയും ക്രൂബേന്മാരുടെയും സ്നേഹന്മാരുടെയും കൂട്ടത്തിന്റെ പാട്ടുകളോടൊന്നിച്ച് ഞങ്ങളുടെ കീർത്തനങ്ങളെയും ചേർക്കുന്നതിനും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുമാറാകണമേ. തനിക്ക് നിന്റെ പ്രിയപുത്രനും പരിശുദ്ധ റൂഹായിക്കും ഞങ്ങളൊന്നും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. ഹോശോ അബ്കുലസ്ബാൻ ലെവൽ മീൻ നാലോഹൻ കാബിൽ ഹുസൈദഹോബി ശുബ്കോനോ ദൗതോഹി ബത്രൈഹോൻ ഉൽമിലോലും ഉൽമീൻ. തന്നെ സർവ്വജന നിബിയ സ്ലീഹന്മാർ സിദ്ധർ സഹദേർക്കും പരിമളധൂപത്തോ ഡോർമ ഭവിക്കട്ടെ പാറക്കുമോ പോലെ വൽറൂഹോ കാരിച്ചോ മിൻവോലം വാദാമൽവോലം വൽമീനാമി വിമല സഭയ്ക്കും തൽ പ്രജകൾക്കെല്ലാവർക്കും പരിമളധൂപത്തോ ഡോർമ ഭവിക്കട്ടെ മറിയാമിന്നോർമ വാഴ്വായി തീരണമേ അവളുടെ യാചനകൾ കോട്ടയതാകട്ടെ ദൈവസുതൻ ജനനി കന്യകമറിയാമി ഓയാർ മുഴുവനിലും പരിമളമേകുന്നു ഭാഗ്യം നിബിയർക്കും ഭാഗ്യം സ്ത്രീകൾക്കും ഭാഗ്യം സഹദേർക്കും പുനരുദ്ധാനദിനെ മശിഹായെ കാൺമാൻ കാംക്ഷിച്ചൊരു സഹദേ വാളാൽ ചിറകുകൾ പോന്നത പദമേറി നീതി നിറഞ്ഞവനെ ന്യായാധിപനേ നീ കൃപയാൽ ക്ഷമയേകി ദയചൊരിയുഗനാഥ ത്യജിച്ചു പറഞ്ഞോനാം ശീമോനെന്നതുപോൽ ശരണാഗതനാമൻ മേൽദയ ചെയ്യണമേ ആതങ്കം തീണ്ട താനന്ദസ്ഥാനേ പിതൃസോദരരെല്ലാം വിശ്രമമേൽക്കണമേ ഉറക്കുമോർ സവിശേഷ പരിമളകളുടെ ഭൂമിയിൽ നിന്ന് ലോകത്തിലേക്ക് അയക്കപ്പെടുകയും നിർമ്മല കന്യകയുടെ പരിശുദ്ധ ഗർഭപാത്രമാകുന്ന പാവന തൂവരസത്തിൽ വയ്ക്കപ്പെടുകയും
തൻ്റെ സുഗന്ധവാസനയാൽ എല്ലാ ഭാഗങ്ങളെയും ആനന്ദിപ്പിക്കുകയും ചെയ്ത മേൽത്തര പരിമളാദികളുടെ ശ്രീപണ്ണാരമായിരിക്കുന്ന കർത്താവേ, അങ്ങയുടെ മോത്തര സ്നേഹത്തിൻ്റെ പരിമള വാസനയാൽ ഞങ്ങളുടെ ആത്മാക്കളെ ബോധിപ്പിക്കണമേ. അങ്ങയുടെ കരുണയുടെ സമൃദ്ധമായ സമ്പത്താൽ ഞങ്ങളുടെ എല്ലാ നിയമലംഘനങ്ങളെയും പരിഹരിക്കണമേ. രോഗികളും പീഡിതരും മനോദുഃഖിതരുമായ എല്ലാവരെയും ആശ്വസിപ്പിക്കണമേ. സത്യവിശ്വാസത്തിൽ അങ്ങയുടെ ശരണത്തിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും വിശ്രമിപ്പിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ അങ്ങേക്കും പിതാവിനും വിശ്വകായിക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു. രാജേശ്വരി നിൻ വലഭാഗി ഹാലേലുയ. ദൈവജനനീ ധന്യേ കന്യകമറിയാം, തനു പൂണ്ടൊരു മേഘം നീതാൻ നീതി സൂര്യൻ ഉജ്ജ്വലമായി ശോഭവര നീയുരംബരവും നീ ദൃഷ്ടാന്തമതായി മോശവരച്ചാദിവ്യ വരണം നീ ഭൂവാനം സംവാഹി പോലെ പേറിയ ശാരീരികരഥവും നീ കർത്തൃഹിതത്ത കന്മാതാവായി തീർന്നൊരു കരുണി വാർക്കുമോ. ദൈവജനനീ കന്യേ നാനാദിശയിൽ നിന്നെങ്ങൾ മേലലറുന്നോരലകൾ നീക്കണമേ. സർവേശ സവിധം ധൈര്യമുള്ളോരമ്പേ, തിരുസുതനരുളും ദയയങ്ങളിലാകാം അർത്ഥിക്കാൻ സൗഖ്യം രോഗാതുരരേൽക്കട്ടെ. വിഷമിപ്പോ ആശ്വാസത്തെയും ദൂരസ്ഥ പ്രത്യാഗമനം മോചനങ്ങൾക്കും നിൻ വത്സലർ പന്തിരു സ്നേഹർ പ്രാർത്ഥന മൂലം വാഴ്ത്തുക നാഥ കൃപയാലേ. പന്തിരുമാസങ്ങൾ വന്നിടുക കാലാകാലം വേനൽ വർഷം നന്മകൾ നാഥൻ നൽകട്ടെ. വിളഭൂമികൾ വിളവും ഫലമൂല നികൾ വളരാനായി വാഴ്വേറും വൃഷ്ടിയുമേകണമേ. നിർധനരവശ സ്പർശിച്ചു സ്തുതി പാടട്ടെ. സ്തേഫാനോസിൻ വധവേരേറ്റൊരു പീഡ കഷ്ടതകൾ ചിന്തിച്ചേ ഞാൻ വിസ്മിതനായി പാരം. കല്ലേറുകളേൽക്കുമ്പോഴും പ്രാർത്ഥിച്ചേവം അറിയാതിവരിതു ചെയ്യുന്നു ക്ഷമകൾ ഭുഗനാഥ. മൃതിനേര തരികൾക്കായി പ്രാർത്ഥിച്ചൊരുനാഥൻ അനുയോജ്യൻ ദാസൻ തൽ പ്രാർത്ഥനയിൽ ചേർക്കണമേ. കരുണാമയനേശു നാഥാനിൻ വരവു വരേക്കും സഭയിൽ നിന്നും മക്കളിൽ നിന്നും മോർക്കുറിയാക്കോ സ്മൃതിമ നീടരുതേ. ദയറാകൾ പള്ളികളിന്നും നാനാദിശയിൽ സ്തുതി ഉയരട്ടെ. നിൻ പേർക്കായി വർദ്ധിതമായെന്നും സ്തുതി ഉയരേ. ഈറേന്മാർ വൃന്ദം ഭുവി മനുജ സ്തോത്രവുമർപ്പിക്കും. ഭക്തസ്മൃതി വിസ്തൃതമാക്കും തിരുനാമത്തിൽ
മുഖപക്ഷം തെല്ലും നിൻ വിധി നേരമില്ലാത്തതിനാൽ ഈ പാപിക്കേതിക്കുന്നേറ്റം ഭീകരമാം വൃന്ദത്തിനും നിന്നുടെ നീതി എൻ പിഴ പ്രഖ്യാപിക്കുമ്പോൾ നിൻ കൃപദയ ചെയ്യുക നിൻ കൃപ നിൻ നീതിയോടർത്തിക്കും എൻ കുറ്റം മോചനവും നേടും പാപം ചെയ്ത് നിൽക്കുന്നേൻ ദയതോ ഗണമെന്മേൽ ന്യായേശൻ നിഷ്കരുണം വിധി ചെയ്തിടും ഇല്ലാതെല്ലും മുഖപക്ഷം കൈകോലിയുമിവിടെ ശോധിതമാം സ്വർണ്ണത്തേക്കാൾ രത്നത്തേക്കാൾ ബാഷ്പഗണങ്ങൾ കാണല്ലോ തിരുമുൻപിൽ പ്രീതി നാഥായൻ കണ്ണീർ കൈക്കൊണ്ടേ നിൻ പാപം കടവും മോചിക്ക കൃപയാലെന്മേൽ കനിയണമേ ദയചെയ്യുകനാഥ ഞങ്ങൾക്കായി അവതീർണനായി നരനായി തീർന്ന് പീഡകളേറ്റിയ രക്ഷിച്ച നാഥ ദേവേശ ഏതനിലെ യാദാവിൻ പുനരാഗമനം നൽകാനായി ശക്തമതാം ഭൂമി നീമേവി നിൻ ശരണേ നിദ്രിതരായി നിന്റെ ഉദ്ധാനം കാംക്ഷിക്കുന്നോരെ കന്മഷമെല്ലാം നീക്കണമേ പ്രഭയിൽ ചേർക്കണമേ. ഹല്ലേലൂയ ഇന്നാൾ സ്തുതിയോടു രാജമകൾ നിൻ വല്ലമായി രാജഭാമിനിയ ഹല്ലേലൂയ ബർഗ്മോർ നമ്മുടെ കുത്തോടും ഭയത്തോടും മണക്കത്തോടും ചെവിയോടത്തും വായിക്കപ്പെടുന്ന കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ ഏവങ്കേലുള്ള ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. അവിടുത്തെ ആത്മാവോടുകൂടി ദൈവമായ കർത്താവ് ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. Marco Sabrono Sabar Kai Purko Nolmo വന്ദനം പരിപാലിക്കാൻ വാഴ്ത്തപ്പെട്ടവനാവുന്നു നമ്മുടെ രക്ഷയ്ക്കായി തന്നെ ചില സ്തുതികളും നാം എല്ലാവരുടെയും മേൽ കരുണയും എന്നേക്കുമുണ്ടായിരിക്കട്ടെ. Dandabrunose Moran Balokan Borokodilan Yeshumechiko Method Galaspa Besuto Kadiso Mariam Hoylende Ekokanoa അങ്ങനെ വിശ്വസിക്കുകകൾ ഏറ്റുപറയുന്നു. സത്യമാരോട് പറയുന്നു മനുഷ്യരുടെ സകല പാപങ്ങളും അവർ പറയുന്ന എല്ലാ ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ വിശുദ്ധാത്മാവിനെ വിരുദ്ധമായി ആരാണോ ദൂഷണം സംസാരിക്കുന്നത് അത് ഒരു നാളും മോചനമില്ല. അവൻ നിത്യദണ്ഡനത്തിന് അർഹനായിത്തീരുന്നു. അവന് അശുദ്ധാത്മാവുണ്ടെന്ന് അവർ പറഞ്ഞു വന്നിരുന്നു. അനന്തരം അവൻ്റെ മാതാവും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കുവാൻ ആളയച്ചു. പുരുഷാരം അവന് ചുറ്റുമായിരുന്നിരുന്നു. അയക്കപ്പെട്ടവർ അവനോട് നിന്റെ മാതാവും സഹോദരന്മാരും ഇതാ പുറത്ത് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു. ഉത്തരമായിട്ട് അവരോട് പറഞ്ഞു, എനിക്ക് മാതാവാര്, എനിക്ക് സഹോദരന്മാരുമാര്, പിന്നെ തൻ്റെ അടുക്കലിരിക്കുന്നവർ നോക്കിക്കൊണ്ട് ഇതാ എൻ്റെ മാതാവ്, ഇതാ എൻ്റെ സഹോദരന്മാർ. എന്തെന്നാൽ ദൈവത്തിഷ്ടം പ്രവർത്തിക്കുന്നവനാരോ അവനാകുന്നു എൻ്റെ സഹോദരനും സഹോദരിയും മാതാവും എന്ന് പറഞ്ഞു. മെൻ ലൂക്കോ സബറോനോ, എന്നോട് യോജിക്കാത്തവൻ എനിക്ക് വിരോധിയാകുന്നു. എൻ്റെ കൂട്ടത്തിൽ കൂടാത്തവൻ പോവുകയും ചെയ്യും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പോയ ശേഷം വിശ്രമം അനുഷ്ഠിച്ച് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുന്നു.
കണ്ടു കിട്ടാതിരിക്കുമ്പോൾ ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ ഭവനത്തിലേക്ക് തന്നെ ഞാൻ മടങ്ങി ചെല്ലുമെന്ന് അത് പറയുകയും ചെയ്യുന്നു. അത് വരുമ്പോൾ അവിടം അടിച്ചു വാരി അലങ്കരിക്കപ്പെട്ടിരിക്കുന്നതായി കണ്ടാൽ തിരിച്ചു പോയി തന്നേക്കാൾ ദുഷ്ടതയുള്ള വേറെ 7 ആത്മാക്കളെയും കൂടെ കൊണ്ടുവരുന്നു. അവ പ്രവേശിച്ച് അവിടെ വസിക്കുകയും ആ മനുഷ്യൻ്റെ അവസാനം ആദ്യത്തേതിനേക്കാൾ നികൃഷ്ടമായി തിരികുകയും ചെയ്യുന്നു. അവൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ പുരുഷാരത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചസ്വരത്തിൽ, നിന്നെ ചുവന്ന ഉദരവും നീ കുടിച്ച മുലകളും തന്നെ ഭാഗ്യമുള്ളവ എന്ന് പറഞ്ഞു. അവനവളോട് ദൈവവചനം കേട്ട് അതിനെ ആദരിക്കുന്നവരാണ് ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു. ജനങ്ങൾ കൂടിയപ്പോൾ അവൻ ഇപ്രകാരം പറഞ്ഞു, ഈ ദോഷമുള്ള തലമുറ അടയാളം അന്വേഷിക്കുന്നു. യൗനാന്തർഗർത്തിയുടെ അടയാളമല്ലാതെ വേറെ അടയാളം ഇതിന് ലഭിക്കുകയില്ല. യോന നിരവധക്കാർക്ക് പ്രകാരം അടയാളമായി തീർന്നു. അപ്രകാരം തന്നെ മനുഷ്യപുത്രൻ ഈ തലമുറയ്ക്കും അടയാളമായി തീരും. ദക്ഷിണദേശത്തിലെ രാജ്ഞി ന്യായവിസ്താരത്തിൽ ഈ തലമുറയിലെ ആളോടുകൂടെ ഇടന്നേറ്റ് ഇവരെ കുറ്റപ്പെടുത്തും. അവളാകട്ടെ സ്നേഹമോന്റെ ജ്ഞാനവചനങ്ങളെ കേൾക്കുവാനായി ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് വന്നു. ദേമോനേക്കാൾ ശ്രേഷ്ഠൻ ഇതാ ഇവിടെയുണ്ട്. നിലവക്കാരായ മനുഷ്യൻ ന്യായവിസ്താരത്തിൽ ഈ വംശത്തോടു കൂടെ എഴുന്നേറ്റ് ഇതിനെ കുറ്റപ്പെടുത്തും. അവർ യോനായുടെ പ്രസംഗത്താൽ അനുദപിച്ചു. യോനായേക്കാൾ ശ്രേഷ്ഠനിതാ ഇവിടെയുണ്ട് എന്ന് നമ്മുടെ കർത്താവ് താൻ അരുളി ചെയ്തു. പറയുമോ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരരുടെ നാളുകളോ ഹാലേ ലോയ്യോ ഹാലേ ലോയ്യ. പൂക്കുന്നിതു വയലിൽ ചെടി പോലെ മാറിക്കുമോ പോലെ ബ്രോൽ റൂഹോ കാദീശോ പോലും വാദാവൽ പോലും മീനാമി. ശരണത്താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസരനിൻ ജീവസ്വരമതുണർത്തണമേ. കബറിനുദ്യാനത്തിനായി സൗമൻ കാലസ്ഫുരിയനായി സോവാനം നാഥ നിന്റെ അധികാരം ശ്രീമാൾ ദേഹികളെ മൃതരിൽ കൃപ ചെയ്യുക. ബാറക്കുമോ മൃതജീവദനീതേ സ്തോത്രം. ഉയർക്കബറിൽ നൽകും നാഥ തൃത്വത്തിൻ തിരുനാമത്തിൽ എന്നേക്കും ഹല്ലേലൂയ. മുറിയോറാഹി മേലൈനുവാദാരേ. മാതൃവിശുദ്ധരുടോർമ്മയിൽ ഞങ്ങളെ ചേർത്തിടേണമേ. തൽ പ്രാർത്ഥനയാൽ പുണ്യം ഞങ്ങൾ വിഗതർക്കും. ശ്രീഹർ സഹദേ മാരേ നിങ്ങൾ പ്രാർത്ഥന ഞങ്ങൾ അഭയം തന്നെ തുണയേകണമേ. പിതൃവത്സലരേ സുതമർമ്മത്തെ നാത്മജരേത വീത്തം പ്രാപി ചാർത്തരയെല്ലാം സംരക്ഷിപ്പേ. നിർമ്മ
കേൾക്കണമെൻപാൽ ദയ ചെയ്യണം. മാതൃവിശുദ്ധരുടോർമ്മയെ ഘോഷിക്കും ഞങ്ങൾക്കും വേഗതർക്കും സൽ പുണ്യം നൽകാ തൽ പ്രാർത്ഥനയാൽ. നീൽ സ്വർഗത്തിൽ ഭൗമിക സഭയിൽ മാതാവീനും ശുദ്ധന്മാർക്കും വിഗതർക്കും നൽ സ്മൃതി വളരണേ. തന്നെ ആലോകോ ഹല്ലേലൂയ. ശുദ്ധൻ നീ ബലവാനേ, ക്രൂശേറ്റോനേ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. സുധൻ നീ ബലവാനേ, ക്രൂശേറ്റോനേ പ്രതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. ശുദ്ധൻ നീ ബലവാനേ, ക്രൂശേറ്റോനേ മൃതിഹീന പരിശുദ്ധൻ നീ കൃപ ചെയ്തിടണമേ. കൃപ ചെയ്തിടണമേ. നാഥ കനിവാ കൃപ ചെയ്യുക. നാഥ കർമ്മവും അർത്ഥനകളും മീറ്റിട്ടവയാ കൃപ ചെയ്തിടണമേ. സ്തോത്രം ദേ സൃഷ്ടാവേ, സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിടോ. മശിഹാരാജാവേ പാർക്കുമോ. ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ, പിന്നെയോ ദുഷ്ടങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കുമാകുന്നു. ആമേൻ. മറിയമ്മേ, എനിക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. എന്നെ ഒന്നുമായ കർത്താവ് യേശുമിശിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള ഈ മർത്തമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവത്തിനാണ് യേശുവേ. ആമേൻ. ബർക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനേ, നീ പരിശുദ്ധനാകുന്നു.
മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായി തിരയാരോട് കൃപ ചെയ്യുന്ന രാജാവേ നിനക്ക് സ്തുതി. പാർക്കുമോ പാർക്കുമോർ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വസ്തരെ പോലെ ഭൂമിയിൽ വാങ്ങണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവേ സൃഷ്ടിയായി വാഴ്ത്തപ്പെടാനാകുന്നു. ശുദ്ധമുള്ള നിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവത്തിനാണ് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അഖിലം ഞാനാരാഞ്ഞിട്ടും ദൈവഭയത്തെ മികച്ചോന്നും ഞാൻ ദർശിച്ചില്ല തൽ സ്നേഹത്താലെ ധാർമ്മികനാം യൗസേപ്പാർന്നു മിസ്രൈം രാജ്യത്വം. മഹിതൻ മോശ വിഭാഗി വടിയാൽ വാരീധി ഹനനിയാദ്യന്മാരാതിനാൽ അഗ്നിയിൽ നിന്നും രക്ഷീതരായി തങ്കത്തെ കാളതു കാമ്യം മധുവിനു മധുമധുരം പാരം ദൈവാരാധനെ സ്നേഹിപ്പോൻ തന്നേൻ പാർക്കുമോ. Bolla bolla bro wal ruko കാതീച്ചോ കടലോരം വഴി പോകുമ്പോൾ അന്യോന്യം വെട്ടി തീന്നും മത്സ്യത്തെ ദർശിച്ചാർന്നേനാശ്ചര്യം വിസ്മയസഹിതം നിൽക്കുമ്പോൾ ചിന്തിച്ചേവം ഭുവനെ തമ്മിൽ വിഴുങ്ങുന്നോരുണ്ടേ മർത്യരിലും ന്യായവിധിക്ക് തീടാത്ത ജീവി എന്തിനു നീപ്പോ കൺമുൻപിൽ വിധി കണ്ടാലും പരന് വിഴുങ്ങുമാർ കുറ്റക്കാരവരെ ഏൽക്കും നോൻ തന്നെ മുറിയോറാകിൻ കർത്താവേ കൃപ ചെയ്യണമേ ശുശ്രൂഷകൾ കൈ കൊള്ളണമേ ശ്രീഭണ്ഡാരത്തിൽ നിന്നും മോചന കൃപകൾ നൽകണമേ. ചെയ്തികളാൽ കരുണാപൂർണ്ണ കോപിപ്പിച്ചെങ്കിലും അടിയ കലങ്ങ ശാന്തതയാ തുള്ളി സമാനം ജനമില്ല മാറ്റിടാൻ ശാന്തതയെ അന്യ
യാചനയിൽ നൽകുന്നോനെ പ്രാർത്ഥന കേട്ടു നിരപ്പായി ഉത്തരമേകണമേ കൃപയാ. ബാർക്ക്മോർ അതിന്റെ മറയിലിരിക്കുന്നവനും ദൈവത്തിന്റെ നേരിൽ മാതപ്പെടുന്നവനും മനുഷ്യ. ബാർക്ക്മോർ നികർത്താവനോട് ശരണവും എന്റെ സന്തോഷവും ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവം നീയാകുന്നെന്ന് പറയുക. എന്തെന്നാൽ അവൻ വിരോധത്തിന് കണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നെ രക്ഷിക്കും. അവൻ തന്നെ തൂവൽ കൊണ്ട് നിന്നെ രക്ഷിക്കും. അവന്റെ ചെവികിടി നീ മറിക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റിലും ആയുധമായിരിക്കും. നീ രാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പാർക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വാദ്യത്തിനും ഒച്ചയിലോ എന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു 10,000 നിന്റെ വലതുഭാഗത്ത് 40,000 വീഴും. അവർ നിങ്ങളിലേക്ക് എടുക്കുകയില്ല, എന്നാലോ നീ നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ കാണും. ദുഷ്ടന്മാർക്കുള്ള പ്രതികാരത്തെ നീ കാണും. എന്നാൽ ഉരുളിലെ വാസസ്ഥലമാക്കിയ എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നോട് അടുക്കുകയില്ല, ശിക്ഷ നിന്റെ കൂടാരത്തിന് സമീപിക്കുകയുമില്ല. എന്നാൽ നിന്റെ സ്ഥലവഴികൾ നിന്നെ കാക്കേണ്ടതിനായിട്ട് അവൻ തന്റെ മാലകന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. നിന്റെ കാലിൽ നിനക്ക് ഇടർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് അവർ തങ്ങളുടെ ഭുജങ്ങൾ നിന്നെ വഹിക്കും. സർവത്തെ നീ ചോട്ടും, സിംഹത്തെയും പെരുമ്പാമ്പിനെയും നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. അവൻ എന്റെ നാമം അറിഞ്ഞുകൊണ്ട് എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. നിരകത്തിൽ ഞാൻ അവനോട് കൂടെ ഇരിക്കും. അവന് ഞാൻ ബലപ്പെടുത്തുകയും ബഹുമാനിക്കുകയും ചെയ്യും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിന് കണ്ണുകളെ ഉയർത്തും. എന്റെ സഹകാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലുകൾക്ക് സന്ദേഹിക്കുകയില്ല, നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങിയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. എന്റെ കാവൽക്കാരൻ കർത്താവുന്നു. കർത്താവ് തന്റെ വലുതുണർക്ക് നിഴലിടും. പകൽ സൂര്യനെങ്കിലും രാത്രിയിൽ ചന്ദ്രനിൽ നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷനും കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇത് മുതൽ എന്നേക്കും കാത്തുകൊള്ളും. ദൈവമേ സുനിക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോർ. മഹോദരന്റെ മറിയിരിക്കുന്നതിനായ കർത്താവേ, തന്റെ കരുണയാകുന്ന സ്ത്രീകളുടെ കൊടുത്തേ കൊടുക്കാനുണ്ടാകണമേ. സകലവും കേൾക്കുന്നതിനായി നിന്റെ കരുണയാൽ നിന്റെ ദാസരുടെ അപേക്ഷ നീ കേൾക്കണമേ. മാത്രമല്ല വായുരക്ഷനായ മിസിയ ഇറപ്പത്തിരിക്കുന്ന സന്ധിയും പുണ്യയുടെ രാവിനൊക്കെ തരയണമേ. ഞങ്ങളുടെ കണ്ണുകൾ നിന്റെ അടുക്കിലേക്ക് ഉയർത്തിയിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാവളും പരിഹരിച്ച് ഇഹവും വരുവാൻ 2 ലോകങ്ങളും ഞങ്ങളോട് കന്നെ ചെയ്യണമേ. നിന്റെ കർണങ്ങളെ മറിച്ച് നിന്റെ കൃപ കൊടുപ്പിൽ നിൽക്കണമേ. നിന്റെ സീപാദൃഷ്ടിയിലും സൈന്യങ്ങളും നിന്നെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ജീവനോടിരിക്കുന്ന നാളൊക്കെയും നിന്റെ വലത്തെ ഞങ്ങളുടെ മേലെ ആസ്പിക്കണമേ. സമാധാനം ഞങ്ങളിൽ വഴിമാറാകണമേ. ഇവിടെ അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് സ്വന്തം രക്ഷ നീ ഉണ്ടാക്കണമേ. നിന്നെ പ്രസവിച്ച മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി ഞങ്ങളോട് തന്നെ ചെയ്യണമേ. ബഹുമാനം തന്റെ സ്ഥാനത്ത് നിന്ന് ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകും. വിശുദ്ധിയും അദ്ഭുതമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. തന്റെ സ്ഥാനത്ത് നിന്ന് ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധിയും അദ്ഭുതമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. സ്ഥാനത്ത് നിന്ന് ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടതാകും. വിശുദ്ധിയും അദ്ഭുതമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. മഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും മുസ്ലിമോത്തോളനാവുന്നു. നീ എന്നേക്കും മുസ്ലിമോത്തോളവനും നിന്റെ നാമം വാഴ്ത്തപ്പെട്ടതുമാകുന്നു. നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണമേ എന്നേക്കും നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാകപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ വിശ്വസ്രവത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് നേരണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യമുള്ള ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങളുടെ പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് ഒന്നായിരിക്കുന്നവനും തന്നാൽ സകലവും നിർമ്മിക്കപ്പെട്ടവനും മനുഷ്യരായി ഞങ്ങൾക്ക് ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങി വിശുദ്ധ റൂഹായാൽ ദൈവമാതാവായ വിശുദ്ധ കന്യാമറിയാമിൽ നിന്ന് ശരീരമായി തീർന്ന മനുഷ്യനായി
പൊന്തിയോസ് പീലാത്തോസിന്റെ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടത അനുഭവിച്ച് മരിച്ചു അടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറി തന്റെ പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോരെയും വിധിപ്പാൻ തന്റെ വലിയ മഹത്വത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ യേശുമിശിഹായ കർത്താവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും നബിയന്മാരും ശ്രീയന്മാരും മുഖാന്തരം സംസാരിച്ചവനുമായി ജീവനും വിശുദ്ധിയുമുള്ള യഹോവയിലും കാതോലികവും ശ്ലൈകികവുമായ ഏകാവിശ്വ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന് മാമോദീസ ഒന്നു മാത്രമേ ഉള്ളൂ നിങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ആമീൻ. ബാറക്കുമോ സവൻ കാലോസ് ക്രിയേലായിസോ. വാത്സല്യമുള്ളവരെ, ഇപ്പോൾ ഭാഗ്യവതിയായ വിശുദ്ധ ദൈവമാതാവിനോടുള്ള പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന ഈ സമയത്ത് നടത്തപ്പെടുകയാണ്. ദൈവജനനീ ധന്യേ കന്യകയേ പരിമളധൂപത്തോടും നിന്നോർമ്മ അമ്മേ നിന്നുടെ പ്രാർത്ഥനയാ ലോകവ്യാപകമാം ശാന്തി തിരുസഭ തന്നിൽ സംപ്രീതി ഇവയെല്ലാം ഉണ്ടായിടണമേ. ബർഗ്മോർ ശുഭോല ബോലബ്രോല റൂഹോ കാദീശോ. ബലഹീനരും പാപികളുമായി നിങ്ങളുടെ മേൽ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും ഇത് ചെയ്യപ്പെടുമാറാകണമേ. ആമീൻ. കരുണ്യവാനായ കർത്താവേ, നിന്റെ കരുണയുടെ വാതിൽ നീ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞങ്ങളുടെ ശരണം നിന്നിലാകുന്നു. ഞങ്ങൾ ലജ്ജിച്ചു പോകരുതേ. നീ മൂലം എല്ലാ ദുഃഖങ്ങളിൽ നിന്നും രക്ഷ പ്രാപിച്ച് വീണ്ടും ഉള്ളപ്പെടണമേ. ഞങ്ങളുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനും നീയാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ ശരണമാക്കുന്നതിനാൽ നീ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് ശേഷം കോപിക്കുകയും വരുതേ. രഹസ്യവും പരസ്യവുമായ മാലിന്യങ്ങളെയും കുറവുകളെയും ഞങ്ങളോട് ഓർക്കുകയും വരുതേ. എന്നാലും നിനക്ക് പതിയുള്ള പ്രകാരം കരുണയാലും മനോഗുണത്താലും നീ ഞങ്ങളെ ഓർത്തുകൊള്ളുകയും ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ വീണ്ടുകൊള്ളുകയും ചെയ്യണമേ. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ നിന്റെ ജനവും നിന്റെ കൈകളുടെ വേലയുമാകുന്നുവല്ലോ. നിന്റെ നാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടും ഇരിക്കുന്നു. നിന്നെ പ്രസവിച്ച മാതാവായ വിശുദ്ധ മർത്തമറിയാമമ്മയ്ക്ക് തിരുസന്നധിയിൽ അപേക്ഷ സ്വാതന്ത്ര്യവും മുഖപ്രസന്നതയും ഉള്ളതുകൊണ്ട് ശുദ്ധിമതിയായ മാതാവിൻ്റെ പ്രാർത്ഥനയാൽ ഉത്തമനായുള്ളവേ ദൈവതോന്ന് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഭൂസ്വർഗം പേറുന്നോനെ മറിയാമുദരേ കൈക്കൊണ്ട് കാലത്തികവിൽ മേലിലഹി ഓഫ്രത്തായി വെളിവാക്കി സർവേ ശരണുടെ പേറ്റമ്മേ കരുണ കടലേ പരിശുദ്ധി താഴാഴ്മയുടെ മാതൃകയെ പ്രാർത്ഥിക്കണമേ. കൈവെടിയല്ലേ നിന്നേകസുതൻ സന്നിധിയിൽ അർപ്പിക്കണമേ. അടിയാരെ കൃപയും വാഴും നൽകണമേ. മഹാശുദ്ധമായ സ്ഥലത്തെ സർവീസന്മാരെക്കാൾ ഉപരിയായി സ്ഥിതി ചെയ്യുന്ന ദൈവത്തെ പ്രസവിച്ച വെടിപ്പുള്ളവളും സ്ഥലത്തിലും മതമുള്ളവുമായ മാതാവേ, ഇപ്പോൾ ഈ അപേക്ഷയെ കൈക്കൊള്ളണമേ. നിന്റെ അടുക്കൽ രഹസ്യത്തെ അപേക്ഷിക്കുന്നവരായ എല്ലാവരെയും സർവ്വമാസങ്ങളിൽ നിന്നും വീണ്ടുകൊള്ളണമേ. വരുവാനിരിക്കുന്ന എല്ലാ പ്രതിക്രിയകളിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യണമേ.
കരുണയുടെ വാതിലും സർവ്വകളുടെ ഭണ്ഡാകാരവും തന്നോട് യാചിക്കുന്നവരെ യാതൊരു നിരസിക്കാത്തോടും തന്നോട് അപേക്ഷിക്കുന്നവരെ രക്ഷിപ്പിക്കാത്തോടുമായി നിങ്ങളുടെ നദിയാകുന്ന കന്യകയെ ഞങ്ങളുടെ ബലഹീനതയെ സഹായിക്കുന്നതിന് വിശുദ്ധിയോടും നന്മയോടും ഞങ്ങൾ അപേക്ഷിക്കുന്നു. മാതാവേ, നിന്നും തിരിച്ചു പുത്രത്തോടുള്ള പാത്രമുഖാതരമായി ഞങ്ങളുടെ രോഗികൾ സുഖം പ്രാപിക്കണമേ. ഞങ്ങളുടെ കരകൾ മഞ്ഞു പോകണമേ. ഞങ്ങളുടെ ആത്മാക്കൾ ശുദ്ധീകരിക്കപ്പെടണമേ. അമ്മേ, ഞങ്ങളുടെ വിചാരങ്ങൾ ബലമാക്കണമേ. ഞങ്ങളുടെ ചിന്തകൾ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകണമേ. ഞങ്ങളുടെ ഊടുവഴികൾ നേരെയാക്കണമേ. ഞങ്ങളുടെ നടപ്പുകൾ ഉറപ്പിക്കപ്പെടണമേ. ശുദ്ധിമതിയായ മാതാവേ, ഞങ്ങളുടെ കടകൾ പരിഹരിക്കപ്പെടണമേ. ഞങ്ങളുടെ കുറ്റങ്ങൾ മായ്ക്കപ്പെടണമേ. ഞങ്ങളുടെ അറകൾ മുറുക്കി ബലഹീനതായ ശക്തി പ്രാപിക്കണമേ. ഞങ്ങളുടെ വൃദ്ധന്മാരൊക്കെ സഹായം ലഭിക്കണമേ. ഞങ്ങളുടെ യുവതി യുവാക്കൾ പരിപാലിക്കപ്പെടണമേ. മാതാവേ, ഞങ്ങളുടെ പൈതകൾ വളർത്തപ്പെടണമേ. ഞങ്ങളുടെ സമീപസ്ഥന്മാർ കാത്തുകൊള്ളപ്പെടുകയും ദൂരെയായിരിക്കുന്നവർ സമാധാനത്തോടെ വസിക്കുകയും ചെയ്യണമേ. ബലഹീനതയ്ക്ക് കരുണ ലഭിക്കണമേ. പാപികളുടെ കടങ്ങളും പാപങ്ങളും മോചിക്കപ്പെടണമേ. യോഗ്യതയേറിയ നിന്റെ വെടിപ്പുള്ള പ്രാർത്ഥന മുഖാന്തരമായി ഈ പരിഭാഗതയുള്ള സ്ത്രീകൾ കാത്തുകൊള്ളപ്പെടണമേ. നിസ്പ്രാപിച്ച വിശ്വാസികളായ മരിച്ചുപോയവർക്ക് കരുണ ലഭിക്കണമേ. അമ്മേ, ദുരാഗ്രഹികളായ മനുഷ്യരുടെ ദുഷ്ടതകൾ നിങ്ങളൊന്നും അകന്നു പോകണമേ. കരുണയില്ലാത്ത ജാതികളിൽ നിന്ന് ഞങ്ങൾ രക്ഷ പ്രാപിക്കണമേ. സഭയും അവരുടെ മക്കളും പൊതുവായി മറിച്ചുകൊള്ളപ്പെടണമേ. നിങ്ങൾ അഭയം പ്രാപിക്കുന്ന മിശിഹായുടെ ജനസമൂഹത്തെ സംരക്ഷിക്കണമേ. നിന്റെ വെടിപ്പിന് ഈ വർഷ സമർപ്പിക്കുകയും ശ്രേഷ്ഠവും പ്രശസ്തവുമായ വിശുദ്ധവും ബാധിക്കുകയും ചെയ്യുന്ന എല്ലാവരിൽ നിന്നും ദ്രോഹികളായിട്ടുള്ളവരുടെ നോട്ടത്തെ പിന്തിരിപ്പിച്ചു കൊള്ളണമേ. ഇവരുടെ അപേക്ഷകളും പ്രാർത്ഥനകളും ജാഗരണങ്ങളും കൈക്കൊള്ളപ്പെടണമേ. നിന്റെ കരുണയാകുന്ന കോട്ടയില്ലായി ഇപ്പോഴും ചുറ്റിക്കൊള്ളണമേ. തീർച്ചയായും മറച്ചുകൊള്ളണമേ. കുറ്റമില്ലാത്തവരായി തീരണമേ. രഹസ്യവും പരസ്യവുമായ ശത്രുക്കളുടെ ദുഷ്ടകളിൽ നിന്നും വിമുക്തരാകണമേ. ഇവരെയും ബലഹീനരാജ്യങ്ങളെയും സന്ധികരായിരിക്കുന്ന ഈ പട്ടക്കാരെയും ശുശ്രൂഷകന്മാരെയും ജനസമൂഹത്തെ സംരക്ഷിക്കണമേ. നമുക്കെല്ലാം ചേർന്ന് 3 പ്രാവശ്യം പ്രിയലായിസോൻ എന്നേറ്റു ചൊല്ലാം. ഞങ്ങൾക്ക് സൃഷ്ടാവാം ദേവാ, ദയചെയ്യങ്ങൾ മേൽ നിന്മാതാ യാചനമൂലം പൈശാചിക ചതിയിൽ നീങ്ങൾ കേൾക്കണമേ. മുക്തി രക്ഷിക്കണമേ. നിന്ദാസനങ്ങൾ നാഥാ തൃക്കൈയിൽ വാഞ്ചിപ്പേൻ കൃപയെ നീയല്ലാതെയാരും ഏകണമേ. പുണ്യം മോചനവും നിന്നടിയങ്ങൾക്കായി പൂർണ്ണ ശാന്തിയുമേ മൃതരായോ കരുണീടേണമേ. കുറിയേലൈസോൻ കുറിയേലൈസോൻ കുറിയേലൈസോൻ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്തിടണമേ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാഥാ കൃപ ചെയ്യണമലിവാൻ. നാഥാ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളണമേ. നാഥാ ഉത്തരമരുളണമേ.
പ്രാർത്ഥിച്ചിടണമേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ അമ്മേ പ്രാർത്ഥിച്ചിടണമേ ശുഭോലോ 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 നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശു മിശിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പരാജയമേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്മുടെ അപേക്ഷയുള്ളണമേ. ആമീൻ. സ്തുതിയോടു രാജമകൾ ഹാലേ ലുയ്യായോ ഹാലേ ലോയ്യ നിൻവലമായി രാജഭാമിനിയോ നിന്നഴകരജൻ മോഹിപ്പാൻ ഭാജനമേ സ്വീകരണം നേടി ദൈവത്തിൻ മാതാവാ ഈശിതി ശാപത്തെ നീക്കിയ കന്യകയെ ശാന്തി ക്ഷേമങ്ങൾ സഭയിലുമെന്നും വാണി ദാനേകാത്മജനോ കേണമേ മാറക്കുമോ ക്രോബേസ്രാപികൾ താൻ സവിധം വീട്ടവതരണം ചെയ്ത കന്യകൻ മുതരേവാണോ നീ ആദാമ്യരസാതാൻ പ്രദീവതൻ നടിമയിൽ നേറ്റിടുവാൻ സ്തോത്രം മൊരിയോറാവി മേലയിലു ോറാനീശോ കുരിശും നീ മാതൃജനത്തിൻ പ്രാർത്ഥനയും അടികളയും നിൻ കോപത്തിൻ വടികളയും മായ്ച്ചീടേണം. പോലെ തിരുമേ കാലേലുയ്യ വളരും അവൻ ലബനോന്റെ കാരികിൽ പൊൽ വൃദ്ധതയിലും അവർ തളിരിട്ട് തഴച്ചിടുമേ. ഹല്ലേലൂയ വർദ്ധിക്കും അവർക്ക് പുഷ്ടികളും പാർക്കുമോ. വെൺപോലം വാദാമൽപോലം പത്രോസ് പൗലോ ഉണ്ടേ മേലും നിങ്ങളോർമ്മ ഉദകണമേ. നിങ്ങൾ പ്രാർത്ഥന നിങ്ങളോർമ്മയെ ബഹുമാനിച്ചോർക്കായി
സമയമീതല്ലോ മോറിക്കനാത്തിയോ പാടി നിൻകൂട്ട തലയായി പ്രാർത്ഥിക്കാം ഇമ്പമിഴുന്നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നിൻ ആടുകളെ മോശെ പോൽ കൈവാണം പാർക്കുമോ സമയമീതല്ലോ മോർപുരിയാക്കോസ് നിന്നോർമ്മയെ ബഹുമാനിച്ച് സുതരും സ്തോത്രം നിന്നെ മുടി ചോടിയിടുന്ന റൂഹാവന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും മുറിയോറാഹിൻ തന്മാരെ നിങ്ങൾ പ്രാർത്ഥിപ്പിൻ കർത്താവോട് മടികളെയും തൻ കോപത്തിൻ വടികളെയും ആകാശത്തെയും ഭൂമിയും നിർമ്മിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹീതരാകുന്നു. ഈ സന്ധ്യാ പ്രാർത്ഥനയിൽ ഞങ്ങളോടുകൂടെ സംബന്ധിച്ചവരായ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. നിങ്ങൾക്ക് വിശ്വാസികളായ എല്ലാ വാങ്ങിപ്പോയവർക്കും അവിടുന്ന് ആശ്വാസം നൽകട്ടെ. ഇന്ന് നമ്മാരുടെ ഓർമ്മയെ കൊണ്ടാടുന്നു ഭാഗ്യവതിയായ ദൈവജനനിയായ കന്യാമർത്തമറിയാമ്മയുടെയും നമ്മുടെ കാവൽ പിതാക്കന്മാരായ മോർ പത്രോസിന്റെയും മോർ പൗലോസിന്റെയും മോർ കുര്യാക്കോസോദായുടെയും മോർ തയ്യോലുത്തിയമ്മയുടെയും മോർ ഇഗ്നാത്തിയോസ് ഏലിയാസ്രുതിന്റെയും മോർ യോഹന്നാൻ മാബ്ദാനയുടെയും മോർ തോമാസ് ലീഹായുടെയും മധ്യസ്ഥ പ്രാർത്ഥനകളാൽ കാരുണ്യവാനായ ദൈവം തമ്പുരാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങൾക്കുള്ള സർവ്വതിനെ വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ളവേ, വളരെ കുറ്റമുള്ളതും ഏറെ കുറവുള്ളതുമായ ബലഹീനമായ പ്രാർത്ഥനകൾ ഉന്നതമേറിയ അങ്ങയുടെ സ്വർഗീയ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകാരയോഗ്യവുമാക്കി തീർക്കണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമറിച്ച് ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. എന്നേക്കും ഞങ്ങളുടെ ശരണമേ, നിനക്ക് സ്തുതി. പാർക്കുമോ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ദൃശ്യസമുദ്രത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് നേടണമേ. ഞങ്ങളുടെ കാരുണ്യങ്ങൾ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ പാപങ്ങളോട് ശ്രമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പരീക്ഷിക്കണമേ. ഇതോടെ രാജ്യം ശക്തി മഹത്വവും പറഞ്ഞ മറിയമ്മേ, എനിക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരമായ കർത്താവ് യേശുമിശിഹായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള നിയമമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും ഞങ്ങളുടെ സമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സന്ധ്യാപ്രാർത്ഥന സമാപിച്ചിരിക്കുന്നുവല്ലോ. എല്ലാവരും അല്പസമയം ദൈവാലയത്തിലിരിക്കണം. 10-15 മിനിറ്റ് സമയം ഏറ്റവും വന്യനായ ഏലിയാസച്ചൻ ഈ പെരുന്നാളിനെ കുറിച്ചുള്ളതായ സന്ദേശം നമുക്ക് നൽകി നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും പ്രാർത്ഥനയോടെ ചേർന്നിരിക്കുവാനായിട്ട് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു.
ത്രിയേക ദൈവത്തിന് സ്തുതി. ഏറ്റവും ബഹുമാനായ നമ്മുടെ വികാരിയച്ച, സ്നേഹിക്കപ്പെട്ട സഹോദര സഹോദരിമാരെ, കുഞ്ഞുമക്കളെ, ദൈവമാതാവിൻ്റെ വാങ്ങിപ്പിൻ്റെ പെരുന്നാൾ പറഞ്ഞാൽ ദൈവമാതാവിൻ്റെ സ്വർഗാരോപണത്തിൻ്റെ പെരുന്നാൾ ഇന്ന് നാം നമ്മുടെ ഇടവയിൽ ഘോഷിക്കുന്നു. ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ നാമത്തിലുള്ള എല്ലാ പള്ളികളിലും വലിയ പെരുന്നാളാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ പള്ളികളുള്ളത്, ഏതാണ്ട് 70-75% പള്ളികളും മാതാവിന്റെ നാമത്തിലാണ് എന്നാണ് ശ്രീയാനി സഭയുടെ കണക്ക്. മാതാവ് മരിച്ചു. മാതാവിനെ ശിഷ്യന്മാരെല്ലാം കൂടി അടക്കിയ മാതാവ് ആ അടക്കിയ ഖബറിൽ നിന്ന് മാതാവിന്റെ മാലാഖന്മാരും യേശുദമ്പുരാനും ശുദ്ധന്മാരും കൂടി ചേർന്ന് സ്വർഗത്തിലേക്ക് എടുത്തു. അതാണ് സ്വർഗ ആരോപണം പെരുന്നാള് എന്ന് സൂനോയ പെരുന്നാളിനെ കുറിച്ച് പറയുന്നത്. സൂനോയോ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റപ്പെടുക എന്നാണ്. യെരുശലേമില് ഇന്നും മറിയാമിന്റെ ഖബറുണ്ട്. അവർക്ക് നിങ്ങളവിടെ പോയ സമയത്ത് മറിയാമിന്റെ ഖബറിടം കാണുകയും ആ ഖബറിടത്തിൽ വിശുദ്ധ കുർബാനയിൽ നമുക്ക് അവിടെ ത്രോഡോസുമുണ്ട്. സഭയുടെക്കായിട്ട് കുർബാനയെ സംബന്ധിച്ചതും ഓർക്കുകയാണ്. മാതാവ് ദൈവത്തിന്റെ അമ്മയാണ്. മാതാവിന്റെ ഡെഡ് ബോഡി ഈ ഭൂമിയിൽ ജീവിക്കാതെ എടുക്കപ്പെടുന്നു. എന്തുകൊണ്ട്? ദൈവമാതാവ് രണ്ടാം സ്വർഗമാണ്. 9 മാസക്കാലം പൂർണ്ണ മനുഷ്യനായി അവതരിക്കാൻ യേശുദമ്പുരാൻ മാതാവിന്റെ ഗർഭപാത്രത്തിലാണ് വളർന്നത്. യേശുവിന്റെ ശരീരത്തില് 7 ഭാഗവും മാതാവിന്റെ മാത്രമാണ്. മറ്റു മനുഷ്യർക്കൊക്കെയും ഇതാ 7 ഏതാണ്ട് പറയുന്നത് എങ്ങനെയാണ്, 6 ഭാഗം പുരുഷന്റെയും വെറും 1 ഭാഗം മാത്രമേ സ്ത്രീയുടെയും ഉള്ളൂ എന്ന സയൻസ് പറയുന്നത്. പക്ഷെ ഓർക്കണം, മാതാവിന്റെ ഉദരത്തിൽ വസിച്ച യേശുദമ്പുരാന്റെ 7 ഭാഗവും മാതാവിന്റെ തന്നെയാണ്. മാതാവ് സാക്ഷ്യപ്പെട്ടകമാണ്, കത്തിപ്പോകാത്ത മുൾപ്പടപ്പാണ്, തീക്കൽ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ച ആ വിശുദ്ധയാണ്. മത്സ്യത്തിന്റെ വായിൽ എസ്തീറ ഈ പ്രവചനങ്ങളുടെ ഒക്കെ നിവൃത്തിയായിരുന്നു മാതാവ്. ഉൽപ്പത്തി പുസ്തകം 5:24 കാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു. കാനോക്കിനെ ദൈവം എടുത്തു, സ്വർഗത്തിലേക്കാക്കി. 1 രാജാക്കന്മാർ 2:11 ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു, സ്വർഗത്തിലായി. 1 കോരിന്ത്യർ 12:2-3 ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. അതിന് 14 സംവത്സരം മുമ്പേ 3-ാം സ്വർഗത്തോളം പരീസായരോടും എടുക്കപ്പെട്ടു. അപ്പോസ്തല പ്രവൃത്തി 8:39 ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിന് സാധിക്കും. ബൈബിളില് ഇപ്പോൾ ഞാൻ വായിച്ചു കേട്ടതെല്ലാം പറഞ്ഞതെല്ലാം സത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗമാണെന്ന് ഓർക്കണം. മാത്രമല്ല, നിയമപ്പെട്ടകം ശലോമോന്റെ കാലത്ത് ആഘോഷപൂർവ്വം ദേവാലയത്തിൽ പ്രതിഷ്ഠിച്ചു. കർത്താവ് വസിച്ചതും കർത്താവിന് ശരീരം നൽകിയതുമായ നിയമപ്പെട്ടകമായിരുന്നു മാതാവ്. ഒരു പ്രവചനമുണ്ട്, സങ്കീർത്തനം 132:8 യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രമസ്ഥലത്തിലേക്ക് എഴുന്നള്ളണമേ. ദൈവത്തിന്റെ ബലത്തിന്റെ പെട്ടകമായി ദൈവം വിശ്രമിക്കുന്ന സ്ഥലത്തേക്ക് എഴുന്നള്ളിയ എടുക്കപ്പെട്ട സ്വർഗാരോപണം ചെയ്ത മാതാവിന്റെ പെരുന്നാളാണ് ഘോഷിക്കുന്നത്. അത് ബൈബിളിക്കലാണ്, ദൈവത്തിന് സാധ്യമുള്ളതാണ്. നമ്മൾ ഓർക്കണം, ദൈവത്തിന്റെ അമ്മ കൃപയാൽ നിറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച സ്ത്രീരത്നമാണ്. അറിയാം, മിസ്തുർക്കായുടെ ശക്തിയാൽ ആകാശമേഘങ്ങളിൽ വഹിക്കപ്പെട്ട യാത്ര ചെയ്യുന്ന അവസരത്തിൽ സൈത്യപർവ്വതത്തിന്റെ മുകളിൽ ആയപ്പോൾ ആകാശവീതിയിൽ വലിയ ആരാവവും മാലാഖന്മാരുടെ ഹല്ലേലൂയ പാട്ടും തോമാശ്ലീഹ കേട്ടു. അമ്പരന്നു. ദിവ്യശരീരം അഗ്നിദേഹത്തിന്മേൽ പർദീസായിലേക്ക് കൊണ്ടുപോകുന്നത് തോമാശ്ലീഹ കാണുകയാണ്. തോമാശ്ലീഹ ആകാശമണ്ഡലത്തിൽ ഇരുന്നുകൊണ്ട് പൊട്ടിക്കരഞ്ഞു. അവനെ മാതാവിന്റെ അരക്കച്ച സൂനോറോ ഇട്ടുകൊടുക്കുന്നു. അതുമായി സൈത്യപർവ്വതത്തിൽ കാത്തിരുന്ന ശിഷ്യന്മാരുടെ സമീപം തോമാശ്ലീഹ എത്തി. വിവരങ്ങൾ
താൻ മാതാവിനെ കൊണ്ടുപോകുന്നത് കണ്ട കാര്യങ്ങളൊക്കെ ഈ ശിഷ്യന്മാരുടെ അടുത്ത് പറഞ്ഞു. തോമാസികയെ കാണിക്കുവാനായി കബറിടം അവർ തുറന്നു കാണിച്ചു. പക്ഷേ കബറിടത്തില് മാതാവിന്റെ ഡെഡ് ബോഡി ഇല്ലായിരുന്നു. കബറിടം മാത്രമായിരുന്നു. ആ കബറിടം ഇന്നും കബറിടമായി സൂക്ഷിക്കുന്നു. അങ്ങനെയാണ് പർദീസായിലേക്ക് അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു, മാതാവിന്റെ ബോഡി എടുക്കപ്പെട്ടു ശിഷ്യന്മാർ അറിഞ്ഞത് ഓർക്കുക. ഞാൻ ഈ ഭാവം പറയാനല്ല പറഞ്ഞത്, എടുത്തത് പെട്ടെന്ന് മാറ്റിട്ട് മാതാവിനെ കുറിച്ചുള്ള ഏതാനും ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഒന്ന്, മാതാവ് സ്ത്രീകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കൃപ പ്രാപിച്ചവളായിരുന്നു. കന്യയുടെയും യുയാക്കിയുടെയും മകളായി ജനിച്ച മറിയാമിനെ 3-ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. 3-ാം വയസ്സ് മുതൽ ദേവാലയത്തിൽ വളർന്നവളായിരുന്നു മറിയാം. അവിടെ അവിടെയുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിതം മുഴുവനായി ദൈവത്തെ പ്രതിഷ്ഠിച്ചവൾ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. മാതാവ് അങ്ങനെ യെരൂശലേം ദേവാലയത്തിൽ കൂടെ ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെട്ടു. മലാഖ അവളുടെ അടുത്ത് വന്നപ്പോൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ, കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, ഫുൾ ഓഫ് ഗ്രേസ്. ഗ്രേസില് ദൈവത്തിന്റെ കൃപയിൽ മുഴുവനായിട്ട് സ്വീകരിച്ചവളായിരുന്നു മാതാവ്. കൃപ നിറഞ്ഞവളെ നിനക്ക് സമാധാനം, കർത്താവ് നിന്നോട് കൂടെ, ഈ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. മാലാഖ പറഞ്ഞതാണല്ലോ. കൃപയാൽ നിറയപ്പെട്ടവളായിരുന്നു മാതാവ്. നമുക്കും വേണ്ടത് അതാണ്. ഇന്ന് ദൈവത്തിന്റെ കൃപ ആർക്കും വേണ്ട. അനുഗ്രഹം അതിനോട് ഓടി എല്ലാവരും ഓടി ചെല്ലുന്ന അവസ്ഥയാണ് കാണുന്നത്. ദൈവത്തിന്റെ കൃപയാൽ നിറയപ്പെടണം. കൃപയാലാണ് ദൈവം നമുക്ക് രക്ഷ നൽകുന്നത്. ദൈവത്തിന്റെ കൃപയാലാണ് നാം രക്ഷിക്കപ്പെടുന്നത്. കൃപയാലാണ് നാം നിറയേണ്ടത്. കൃപ നമുക്കറിയാം, കൃപ അർഹർക്കാണ് കിട്ടുന്നത്. നമ്മൾ ഓർക്കണം. നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് കൃപ വർഷിക്കുന്നത്. ഓർക്കട്ടെ, അങ്ങനെ കാര്യം വിടട്ടെ. അതുപോലെ സ്ത്രീകളിൽ വെച്ച് ഏറ്റവും താഴ്ത്തപ്പെട്ടവളായിരുന്നു മറിയാമിനോട് മാലാഖ ഈ വചനം പറഞ്ഞു, ഈ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. വിവാഹം കഴിക്കാത്ത ഒരു സ്ത്രീ ഗർഭിണിയായാൽ അന്നത്തെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലും, ഉറപ്പാണ്. മാലാഖ ഇവിടെ മാതാവ് ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഇങ്ങനെയൊക്കെയാണെന്ന് മനസ്സിലായി. ഉടനെ മാതാവ് പറഞ്ഞത് എന്താ? കണ്ടാലും ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടപ്രകാരം എനിക്ക് ഭവിക്കട്ടെ. അവളെ തന്നെ പൂർണ്ണയായി ദൈവത്തിൽ സമർപ്പിച്ചു. കല്ലെറിഞ്ഞു കൊല്ലുകയോ എന്തുമായിക്കോട്ടെ, ദൈവം എന്നെ തിരഞ്ഞെടുത്തെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ദാസിയാണ്, അടിമയാണ് എന്ന് പറഞ്ഞ് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കപ്പെട്ടവളായിരുന്നു. പൂർണ്ണ സമർപ്പണ സ്ത്രീയായിരുന്നു മറിയാം. പെട്ടെന്ന് തീർക്കട്ടെ. അടുത്തത്, സ്ത്രീകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ കഷ്ടതകൾ സേവിച്ചവളായിരുന്നു മറിയാം. ലൂക്ക് 2:35 നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും. ശമൂൻ, നീതിമാനായ ശമൂൻ, വൃത്തനായ ശമൂൻ ഇതാ പ്രവചനമായി പറഞ്ഞതാണ്. യെരൂശലേം ദേവാലയത്തിൽ യേശുക്രിസ്തുവിനെ കണ്ടിട്ടേ മരിക്കൂ എന്നുള്ള ആ വാക്കനുസരിച്ച് ജീവിക്കുമ്പോൾ പടവൃത്തനായ അദ്ദേഹം യേശുക്രിസ്തുവിനെ കയ്യിലെടുത്തുകൊണ്ട് മാതാവിനോട് പറഞ്ഞതാണ്, നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ കടക്കും. ഏറ്റവും കൂടുതൽ ദുരിതങ്ങൾ, ത്യാഗം അനുഭവിച്ചോളാണ് മാതാവ്. ഒരു മാതാവ് എന്ന നിലയിൽ ഇത്രമാത്രം നിന്ദയും അവമാനവും കഷ്ടതകളും സഹിച്ച ഒരു സ്ത്രീ ലോകത്തിലുണ്ടായിട്ടില്ല. ക്രൂശിന്റെ പാത, യേശുക്രിസ്തുവിന്റെ പീഡനങ്ങൾ, അക്കൂട്ടത്തിൽ മറിയാം അന്ത്യം വരെയും ഉണ്ടായിരുന്നു, ചൂട്ട് വരെയും ഉണ്ടായിരുന്നു. തൻ്റെ മുമ്പിൽ വെച്ചാണ് യേശുക്രിസ്തുവിൽ തറച്ച ആണികളും യേശുക്രിസ്തുവിൽ ചൊറിഞ്ഞ പീഡനങ്ങളും ഓരോ വാക്കുകളും. അതിലേറ്റവും കൂടുതൽ യേശുക്രിസ്തുവിനേക്കാൾ കൂടുതൽ ദുഃഖിച്ചത് അല്ലെങ്കിൽ കഷ്ടപ്പെട്ടത് മറിയാമാണ്. ഓരോ വാക്കുകളും അമ്മയുടെ മുമ്പിൽ വെച്ച് അതൊക്കെ പറയുന്നു ഓർക്കണം. അമ്മ അതൊക്കെയും സഹിച്ചവളാണ്. ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. കഷ്ടതയില്ലാതെ കിരീടമില്ല, ഓർക്കുക. സഹോദരന്മാർ, വിശുദ്ധന്മാർ എല്ലാവരും അങ്ങനെയായിരുന്നല്ലോ. മാതാവിനാണ് സഭയിൽ വിശുദ്ധത്തിൽ 1-ാമത്തെ സ്ഥാനം, ഓർക്കണം. മാതാവ് കഴിഞ്ഞ് ശിഷ്യന്മാരുള്ളൂ. കാരണം മാതാവ് എല്ലാവരിലും വെടിപ്പുള്ളവളാണ്, പതിവ്രതയാണ്, അശുദ്ധപ്പെടാത്ത നിത്യകന്യകയാണ്, സുഖദൈവത്തിന്റെ പാത്രമാണ്, ദിവ്യകൃപയാൽ ചുറ്റപ്പെട്ടവളാണ്, എല്ലാവരിലും താഴ്ത്തപ്പെട്ടവളാണ്. പരിശുദ്ധാത്മാവ് ഉറക്കെ പറഞ്ഞു. ഗർഭിണിയായ മാതാവ് ഉടൻ പോയത് തൻ്റെ അമ്മയായിരുന്ന വളർത്തമ്മയായിരുന്ന എലിസബത്തിനെ കാണാനാണ്. എലിസബത്ത് ദേവാലയത്തിൽ ഇതാ സക്കറിയായുടെ പുരോഹിതന്റെ ഭാര്യ അമ്മായിയുടെ അടുത്തേക്കാണ് ഓടിയത്. 100 മൈൽ അകലെ
ഒട്ട അവിടെ നിന്ന് ഏറ്റവും നടന്ന് 100 മൈൽ അകലെയുള്ള എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ പരിശുദ്ധാത്മാവ് തന്നെയുള്ളായി. എലിസബത്തിൻ്റെ ഉള്ളിലെ പ്രജ തുള്ളിച്ചാടി. ആത്മാവ് നിറഞ്ഞ മാതാവ് പറഞ്ഞല്ലോ, ഇന്ന് മുതൽ സകല വംശങ്ങളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. ഇന്ന് മുതൽ സകല വംശങ്ങളും ദൈവമാതാവിനെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. വിളിച്ചു പറഞ്ഞത് പരിശുദ്ധാത്മാവാണ്. അന്ന് തന്നെ വിളിച്ചു പറഞ്ഞതാണെന്ന് ഓർക്കണം. 21-ാം നൂറ്റാണ്ടിലും ഈ മാതാവിനെ വാഴ്ത്താതിരിക്കാൻ സാധ്യമല്ല. ആ ദൈവത്തിൻ്റെ പ്ലാനാണ്. രക്ഷയ്ക്ക് കാരണമായിത്തീരുന്ന സ്വർഗത്തിൻ്റെ വാതില്, സാക്ഷിയുടെ പെട്ടകം, സന്തോഷകാരണമായ സ്വർഗഭവനം, മാലാഖമാരുടെ രാജ്ഞി, വിശുദ്ധന്മാരുടെയും രാജ്ഞി. സഭയുടെ തല യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. അങ്ങനെയാണെങ്കിൽ സഭയുടെ അമ്മയാണ് മറിയാം. എന്നോടെ പറയട്ടെ, സഭയുടെ തല യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു തലയായ ശരീരമാണ് സഭ. ആ സഭയിലെ അമ്മയാണ് മറിയാം. ലോകം യേശുവിനെ കണ്ടത് കന്യകമറിയാമിലൂടെയാണ്. മാതാവിനെ കൂടാതെയുള്ള പ്രാർത്ഥന ഒരിക്കലും നിവർത്തിതമാകിയില്ല. ആര് നടത്തിയാലും എവിടെ നടത്തിയാലും. ലോകത്തിൻ്റെ മാതാവാണ് മറിയാം. ദൈവമാതാവാണെന്ന് അറിഞ്ഞിട്ടും അമ്മ നിഗളിച്ചോ? അമ്മ അത് ആഘോഷിച്ചോ? ഇല്ല, ഒരിക്കലുമില്ല. പകരം താൻ ഏതവസ്ഥയിൽ ജീവിച്ചുവോ അതേ വിധേയത്വത്തോടും അനുസരണത്തോടും താഴ്മയോടും കൂടെ ദൈവസന്നിധിയിൽ തൻ്റെ മുട്ടു വണങ്ങി പ്രാർത്ഥിച്ച് കുരിശിൻ ചുവട് വരെ, അത് കഴിഞ്ഞും ശിഷ്യന്മാരുടെ മുമ്പിലും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന, തൻ്റെ അരുമമകനായ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന മാതാവിനെയാണ് എല്ലായിടത്തും കണ്ടത്. കന്യകയെ പോലെ ആരും ഉയർത്തപ്പെട്ടിട്ടില്ല. ദൈവകൃപ നിങ്ങൾ ഓർക്കണം, നിഗളിക്കുവാനുള്ളതല്ല, അല്ലെങ്കിൽ നിഗളികളായിട്ടുള്ളവർക്കല്ല, അത് അവങ്കിൽ വിധേയർക്കായിട്ടുള്ളതാണ്. നാം ഓർക്കണം. മാതാവ് ഇന്നും തങ്ങളുടെ മക്കളോട് ഉറക്കെ വിളിച്ച് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ്യുവീൻ. കാനാവിലെ കല്യാണത്തിൽ പറഞ്ഞതുപോലെ, അവൻ പറയുന്നത് പോലെ യേശുക്രിസ്തു എന്താണോ പറയുന്നത് അതനുസരിച്ച് എന്ത് ചെയ്യുവീൻ എന്നാണ് മാതാവിനെ വിളിച്ച് പറയാറുള്ളത്. സഭയിലെ മാതാവിൻ്റെ പെരുന്നാളിലെ സെർമൺ വായിച്ചു കേട്ടല്ലോ. സന്ധ്യയുടെ തന്നെ ശ്രമം വായിച്ചു കേട്ടു. അവിടെ ഇതാ എൻ്റെ സഹോദരൻ, ഇതാ എൻ്റെ സഹോദരി, ഇതാ എൻ്റെ മാതാവ്. നീ അടുത്ത ഭാഗത്ത് പറഞ്ഞു, നിന്നിച്ച് വന്ന ഉദരവും നീ കുടിച്ച മുലകളും ഭാഗ്യമുള്ളവെന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ നിശ്ചിതാൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അതിനെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. കേട്ടു. അതുപോലെ തന്നെ നാളെ കുർബാനയുടെ ഏതെങ്കിലും ഭാഗം അറിയാലോ, മാർത്തയുടെയും മറിയത്തിൻ്റെയും കഥയാണ്. അത് മറിയാം നല്ല പങ്ക് തിരഞ്ഞെടുത്തു. അത് അവിടെയൊന്നും ആരും എടുക്കുകയില്ല. ഈ സ്ഥാനത്താണ് നാം. ഒന്നുകൂടെ പറയട്ടെ, തോമാശ്ലീഹ കർത്താവിൻ്റെ ആണിപ്പടിഞ്ഞിൽ കൈയിട്ടു. കർത്താവും ദൈവമേ എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു എന്താ പറഞ്ഞത്? നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിച്ചവർ എന്നേക്കാൾ ഭാഗ്യമുള്ളവർ. അപ്പോൾ കന്യകമറിയാമിനെ പോലെ, വിശുദ്ധന്മാരെ പോലെ, പത്രോസ്മാരെ പോലെ, സഹതയായിട്ടുള്ള കുര്യാക്കോസ് സഹതായെ പോലെ നാം ആ സ്ഥാനത്താണ് എന്നുള്ളത് നാം ഒരിക്കലും മറക്കരുത്. നാം ദൈവത്തിൻ്റെ ജനമാണ്. പുണ്യപ്രവൃത്തികളാൽ അങ്ങേ പ്രസാദിപ്പിച്ചിട്ടുള്ള വിശുദ്ധന്മാരുടെ പ്രാർത്ഥനയാലും അപേക്ഷയാലും അവരോടൊരുമിച്ചുള്ള അവകാശത്തിനും ഓഹരിക്കും ഞങ്ങളെയും അർഹരാക്കണമേ എന്നാണ് പുണ്യവാന്മാർക്കുള്ള തുബതയിൽ നാം എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്നത്. എഫേസ്യർ 2:19. ആകയാൽ ഇനി നിങ്ങൾ അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിൻ്റെ ഭവനക്കാരും അത്രേ. നമ്മൾ വിശുദ്ധന്മാരുടെ കൂടെ, മാതാവിൻ്റെ കൂടെ ആകേണ്ടതാണ്. ദൈവമാതാവ് നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന പാലമാണ്. ദൈവമാതാവ് നമുക്ക് മധ്യസ്ഥയാണ്. ദൈവമാതാവ് നമുക്ക് ദൈവത്തോട് അടുക്കാനുള്ള മാതൃകയാണ്. ദൈവമാതാവ് കൈത്താങ്ങാണ്. ഓർക്കേണ്ടത് അങ്ങനെയാണ്. മാതാവിൻ്റെ പെരുന്നാൾ ഘോഷിക്കുമ്പോൾ ചിന്തിക്കേണ്ടത് തന്നെയാണ്. മാതാവിനെ മാതൃകയാക്കിക്കൊണ്ട് നമ്മൾ ദൈവം പറയുന്നത് എന്താണോ അത് പ്രവർത്തിക്കണം. അതാണ് മാതാവ് നമ്മൾ ആവശ്യപ്പെടുന്നത്. അല്ലാതെ അമ്മേ അമ്മേ എന്ന് വിളിച്ച്
ഓടിക്കൂടും, ഏഴകളെ തള്ളിയിടല്ലേ എന്ന് പറഞ്ഞ് മാതാവിൻ്റെ മസ്തി എന്ന് പറഞ്ഞ് നമുക്കറിയാം 8 നോമ്പ് ആചരിക്കുന്നതും മറ്റുമൊക്കെ ആചരിക്കുന്നതൊക്കെ പലപ്പോഴും അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. മാതാവിൽ നിന്ന് അനുഗ്രഹം പിടിച്ച് പറ്റാനായിട്ടല്ല ഉറക്കണം. ദൈവം മാതാവിൻ്റെ മസ്തിഷ്കത കേൾക്കും, സത്യമാണ്. മസ്തിഷ്കതയ്ക്ക് മാത്രമേ മാതാവിന് അർഹതയുള്ളൂ, ഒരു വിശുദ്ധന്മാർക്കും അർഹതയുള്ളൂ. സകല വിശുദ്ധന്മാരും നമുക്ക് വേണ്ടി മസ്തിഷ്കത യാചിക്കുന്നു. കൃപ നൽകുന്നത്, അനുഗ്രഹം നൽകുന്നത് ദൈവമാണ്. ദൈവത്തിൽ നിന്ന് മാത്രമേ മാതാവിൻ്റെ മസ്തിഷ്കത കഴിഞ്ഞിട്ട് മസ്തിഷ്ക പ്രാർത്ഥന കഴിഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണല്ലോ, ദൈവം മാതാവിൻ്റെ മസ്തിഷ്കതയിൽ അഭയപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും മാതാവിൻ്റെ മസ്തിഷ്കത ഭദ്രമായി ദൈവത്തിൽ നിന്ന് കൃപകളും അനുഗ്രഹങ്ങളും ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ അച്ഛൻ ആ വാഴ്ത്തി വിടുന്നു ഉറക്കണം. കൃപ നൽകുന്നത് അല്ലെങ്കിൽ അനുഗ്രഹം നൽകുന്നത് ദൈവമാണ് എന്ന് നമ്മളെപ്പോഴും ഉറക്കണം. നാം ദൈവാശ്രയമുള്ളവരാകണം. മാതാവ് ആഗ്രഹിക്കുന്നതാണ്. മാതാവിൻ്റെ പെരുന്നാൾ ഘോഷിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതാണ് അത് തന്നെയാണ്. സങ്കീർത്തനം 9:10 നിന്റെ അറിയുന്നവർ നിന്നിൽ ആശ്രയിക്കും. ഇവരാണ് ദൈവപ്രസാദമുള്ള മനുഷ്യർ. ദൈവത്തെ അറിയുന്നവർ ദൈവത്തെ ആശ്രയിക്കും. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ അടിത്തറ. ക്രിസ്തുവായിരിക്കണം നമ്മുടെ ജീവിതത്തിലെ കേന്ദ്രസ്ഥാനം. ദൈവത്തിന് കേന്ദ്രസ്ഥാനം കൊടുക്കണം. ആദ്യത്തെ പാവം അത് തന്നെയാണല്ലോ. ദൈവം മനുഷ്യരോട് ആദ്യം ആവശ്യപ്പെട്ടത് അത് തന്നെയാണല്ലോ. എല്ലാം കൊടുത്തല്ലോ, എല്ലാം ഉണ്ടാക്കി കൊടുത്തല്ലോ, സകലവും മനുഷ്യന് കൊടുത്തല്ലോ. നടുക്ക് എന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. നടുക്ക് സെന്ററിൽ ദൈവമായിരിക്കണം. എപ്പോൾ നോക്കണം, സെന്ററിൽ ദൈവമായിരിക്കണം. സെന്റർ പോയിന്റിൽ നിന്ന് മാറിയതാണ് പാപത്തിന് കാരണമായി തീർന്നത്. ദൈവത്തിന്റെ സ്ഥാനത്ത് ഞാൻ ദൈവമാകാൻ ആഗ്രഹിച്ചു. അഹങ്കാരം അവിടെ പിശാചി പറഞ്ഞ് കൊടികുത്തി വാണു. മനുഷ്യൻ തെറ്റുകാരായിട്ട് മാറിയല്ലോ ഓർക്കണം. സെന്റർ പോയിന്റ് ദൈവത്തിനായിരിക്കണം. 1-ാം കൽപ്പന തന്നെയാണ്. ദൈവമായ കർത്താവിന് ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കണം. നമ്മുടെ മക്കളെക്കാൾ, ധനത്തേക്കാൾ, ജോബിനേക്കാൾ, എല്ലാത്തിനേക്കാൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കണം. പ്രയോറിറ്റി ദൈവത്തിനാണ്. എല്ലാം ദൈവത്തിൻ്റെതാണ്. ഞാൻ ആരെങ്കിലും ആണെങ്കിൽ ദൈവം ആണ് എന്നെ ആക്കിയത്. എനിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദൈവമാണ് എനിക്ക് തന്നത്. നാളെ ആരെങ്കിലും ആണെങ്കിൽ ദൈവത്തിൽ കൂടെ എനിക്ക് ആകാൻ പറ്റൂ എന്നുള്ള ചിന്തയോടുകൂടെ ദൈവമക്കൾ ജീവിക്കണം. മുന്നമേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ. നമ്മളൊക്കെ ലാസ്റ്റാണ് ചിന്തിക്കാറ്. എല്ലാവരും പറയും, ഓ അച്ഛാ ഇത്രയ്ക്ക് ചെറുപ്പക്കാരൊക്കെ അല്ല, ഇത്ര പ്രായമൊക്കെ ആയല്ലോ, ഞങ്ങൾ വയസ്സായി കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ദൈവത്തിലേക്ക് തിരിഞ്ഞ് ദൈവത്തിൻ്റെ മക്കളായി ജീവിച്ചു കൊള്ളാം. നമ്മളൊക്കെ ചെറുപ്പം പോലെ പറയുന്നു, ചിന്തിക്കുന്നു. അങ്ങനെയാണ് എല്ലാവരും പറയുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ പോകും, സാരമില്ല. പക്ഷെ ഉറക്കണം, മുന്നമേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുകയാണ് ദൈവം പറഞ്ഞത്. മുന്നമേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കാത്തവന് വൃത്തനായി സാധിക്കുമെന്ന് വിചാരിക്കുന്ന മൗഢ്യമാണ്. ഒരിക്കലും സാധ്യമല്ല. ദൈവരാജ്യം എവിടെയാ? എൻ്റെ ഭവനത്തിൽ. ദൈവരാജ്യം എൻ്റെ ഭവനത്തിൽ. നമ്മുടെ ഭവനം ദൈവരാജ്യത്തിലാകണം. മാതാവിൻ്റെ പെരുന്നാൾ ഘോഷിക്കുന്ന അവസരത്തിൽ നമ്മളെ ചൂണ്ടിക്കൊണ്ട് മാതാവ് ആവശ്യപ്പെടുന്നത് നിന്റെ ഭവനം ദൈവരാജ്യമാണോ എന്നുള്ളതാണ്. നമുക്കും ദൈവമാതാവിനോടൊപ്പം പ്രാർത്ഥിക്കാം, ദൈവമാതാവിനോടൊപ്പം ജീവിക്കാം. ദൈവം നമ്മെ സമൃദ്ധിയായി ആഗ്രഹിക്കട്ടെ. തൻ്റെ കൃപയിൽ നമുക്കായിട്ട് ചൊരിയട്ടെ. ദൈവം മാത്രം മഹത്വീകരിക്കപ്പെട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നും നാളെയുമായി വിശുദ്ധ ദൈവമാതാവായ കന്യകമർത്തമറിയാമമ്മയുടെ വാങ്ങിപ്പിൻ്റെ ഓർമ്മ പെരുന്നാൾ ഇടവക ആചരിക്കുമ്പോൾ അച്ഛനിവിടെ ഓർമ്മപ്പെടുത്തിയതുപോലെ സഭയിൽ അങ്ങോളം ഇങ്ങോളം ഈ നാമത്തിലുള്ള ദൈവാലയങ്ങളിലും ത്രോണോസ് ഉള്ളതായ ദൈവാലയങ്ങളിലും കുരിശും തൊട്ടിയുള്ളതായ ഇടവകളിലും എല്ലാം വിശുദ്ധ മാതാവിൻ്റെ ഓർമ്മ ഇന്നും നാളെയുമായി സഭ ആചരിക്കുകയാണ്. അച്ഛനിൽ കൂടെ കേട്ടതായ അനുഗ്രഹീതമായ സന്ദേശം ഈ പെരുന്നാൾ ദിവസം നമുക്ക് പ്രയോജനകരമായി മാറട്ടെ എന്ന് ഓർപ്പിക്കുന്നു. ദൈവമാതാവായ കന്യകമർത്തമറിയാമമ്മേ, ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ എന്ന് ചൊല്ലുവാൻ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചു. ഇപ്പോഴും എപ്പോഴും നമ്മുടെ മരണസമയത്തും നാം മരിക്കുന്നതായ സമയത്തും നമ്മുടെ ചാരയിൽ നിന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരാളായി വിശുദ്ധ അമ്മയെ സഭ നിയോഗിച്ചിരിക്കുന്നു. നമ്മുടെ പ്രാണനെടുക്കുന്ന ആ സമയം വരെ, ജീവൻ നമ്മിൽ നിന്ന് വേർപിരിയുന്ന ആ മരണസമയത്ത് വരെയും നമ്മോട് ഒരുമിച്ച് ഉള്ള വ്യക്തിത്വമാണ്, നമ്മോട് കൂടെ ആയിരിക്കുന്ന സഞ്ചരിക്കുന്ന വ്യക്തിത്വമാണ് വിശുദ്ധ അമ്മ. ആ അമ്മയുടെ പ്രാർത്ഥന എന്നും നമുക്ക് മുതൽക്കൂട്ടാകണമെന്ന് മാത്രം ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അനുഗ്രഹീതമായി പെരുന്നാൾ സന്ദേശം നമുക്ക് നൽകിയ
ബഹുമാനപ്പെട്ട ഏലിയാസച്ചനോടുള്ള നന്ദി പ്രത്യേകം ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഈ വർഷത്തെ പെരുന്നാൾ ഏറ്റുകഴിക്കുന്നത് നമ്മുടെ ദേവാലയത്തിന് മുൻ ട്രസ്റ്റിയും മാനേജിംഗ് കമ്മിറ്റി അംഗവുമായിരുന്ന കറുത്തെഴുത്ത് പ്രിയപ്പെട്ട KG ശ്രീവാചേട്ടനും കുടുംബവുമാണ്. വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഈ പെരുന്നാൾ ആ കുടുംബം ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ നടത്തുവാനായിട്ട് പ്രാർത്ഥനയോടെ ഒരുങ്ങുകയും ചെയ്യുന്നു. ദൈവം എല്ലാ കൃപകളും ആ കുടുംബത്തിന് നൽകട്ടെ. മാതാവിൻ്റെ മധ്യസ്ഥത വഴിയായി ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും കുടുംബത്തോടുള്ളതായി നന്ദി പ്രത്യേകം ഈ സമയത്ത് ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുകയും ചെയ്യുന്നു. നാളെ രാവിലെ 6:30 പ്രഭാത പ്രാർത്ഥന ആരംഭിക്കും. 7:15 വിശുദ്ധ കുർബാന പരസ്യമായി ആരംഭിക്കും. 8:30 മണിയാകുമ്പോൾ നമ്മുടെ ദേവാലയത്തിന് മുൻവശത്തുള്ള കുരിശടി അമ്മയുടെ നാമത്തിലാണ്. അതുപോലെ വലിയ പള്ളിയുടെ മുൻവശത്തുള്ള കുരിശും തൊട്ടിയും മാതാവിൻ്റെ നാമത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്ന കുരിശും തൊട്ടിയാണ്. ഈ 2 കുരിശും തൊട്ടിയിലേക്കുമുള്ളതായി പ്രദക്ഷിണം നടത്തി 9 മണിയാകുമ്പോൾ ഇവിടെ മടങ്ങി വന്ന് ആശീർവാദത്തോടുകൂടി പര്യവസാനിക്കുന്ന രീതിയിലാണ് നാളത്തെ പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നത്. നാളെ ആരാധനയിൽ വരുന്ന എല്ലാവർക്കും പെരുന്നാളേറ്റ് കഴിക്കുന്ന കുടുംബത്തിൻ്റെ വകയായി ലഘുഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരും അതിലും പങ്കുകൊണ്ട് പോകണമെന്ന് ഓർപ്പിക്കുകയാണ്. നാളെ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ എല്ലാ കുടുംബങ്ങളിൽ നിന്നും എല്ലാവരും വിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ട് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം മധ്യസ്ഥ പ്രാർത്ഥനകൾക്കുള്ളതായ പേരുകൾ കൊടുക്കണം എന്ന് വന്നിരിക്കുന്ന ദൈവമക്കൾ ഓഫീസിൽ പേരുകൾ നൽകി പോകണം. നാളെ വരുന്ന ആളുകളും എല്ലാവരും പേരുകൾ നൽകുവാൻ പ്രത്യേകമായിട്ട് സഹകരിക്കണമെന്ന് സ്നേഹത്തോടുകൂടെ ഓർപ്പിക്കുന്നു. നാളെ പൊതു അവധി ദിവസമാണല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും വന്ന് പങ്കെടുക്കുവാനായിട്ട് അവസരമുണ്ട്. കുട്ടികൾക്കും അതുപോലെ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും എല്ലാം നാളെ പൊതു അവധി ദിവസമായതുകൊണ്ട് നാളത്തെ വിശുദ്ധ കുർബാനയും അതുപോലെ അനുബന്ധിച്ചുള്ളതായ ചടങ്ങുകളും നിങ്ങൾ മറന്നു പോകാതെ അതിൽ വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇപ്പോൾ വഴിപാടർപ്പിച്ച് സ്ലീബാമൂർത്തി പുറത്തേക്ക് പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് പിരിഞ്ഞു പോകാവുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുദ്ധിമതിയേ നിന്നോടെ പ്രാർത്ഥന ഞങ്ങളുടെ കൂടെ നിൻ പ്രാർത്ഥനയെ നാഥൻ കേട്ട് 9 മാസം നിന്നെ വഹിച്ച ജനനിയോർത്ത് ക്രോധദണ്ഡി ഞങ്ങളിൽ നിന്നും നീക്കുക നാഥ. നാഥൻ നീക്കട്ടെ. ന്യായ തീർപ്പിങ്കൽ പായിക്കട്ടെ.
ശൈലത്തിൽ മൂശ ദർശിച്ച മുൾക്കൂട്ടം കന്നി നിൻ ചിത്രം തന്നെ മാതാവേ മുള്ള കണ്ടാൻ നിൻ ദേഹം പത്രം കന്യാത്തും ഗർഭസ്ഥൻ ദൈവം